വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. കോൺഗ്രസ് നേതാക്കന്മാരെ, കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ മജൂഷ് മാത്യൂസ് അടക്കം സദസ്സിലിരിക്കുന്ന ജില്ലാ പ്രസിഡന്റുമാരും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും മറ്റു ഭാരവാഹികളുമായിട്ടുള്ള പ്രിയപ്പെട്ടവരെ, ഞാൻ മനസ്സിലാക്കുന്ന ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എനിക്ക് 40 വയസ്സാണ്, എന്നേക്കാൾ പ്രായം കൂടിയിട്ടുള്ളവരായിരിക്കും എന്ന് വിചാരിക്കുന്നു. കുറവുള്ളവരുണ്ട്. ഓക്കെ, താങ്ക് യു. ഞാൻ അധികം ദീർഘമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഈ സാധാരണ ക്യാമ്പുകളുടെ ഒരു ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാനൊരു ക്ലാസ് ആണോ, ഞാൻ കുറച്ചു കാലമൊക്കെ കോളേജിലൊക്കെ പഠിപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ക്ലാസ് ആണോ അല്ലെങ്കിൽ പ്രസംഗമാണോ എന്നൊക്കെ എനിക്ക് തന്നെ വേർതിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് എൻ്റെ ഒരു ശൈലി പോവുക. അപ്പം ഞാൻ ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ എന്തിനാ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്? പെട്ടെന്ന് കാര്യത്തിലേക്ക് കിടക്കാൻ സമയം കുറവായിരുന്നുണ്ട്. സോഷ്യൽ മീഡിയക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും. ഓക്കെ, കേരളത്തിൽ എത്ര ശതമാനം ആളുകൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ടോ? ഓക്കെ, സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസ് കൊണ്ട് കോൺഗ്രസിന് എന്തെങ്കിലും പരാജയം സംഭവിച്ചതായിട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ആദ്യമായിട്ട് തോന്നിയത് എപ്പോഴായിരിക്കും? 2014 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ സോഷ്യൽ മീഡിയ ക്യാമ്പയിനായിരുന്നു. അന്ന് ആളുകളുടെ മുമ്പിലേക്ക്, ഞാൻ KSUവിന്റെ എറണാകുളം ജില്ലാ പ്രസിഡന്റൊക്കെ ആയിരുന്നു. ആ സമയത്തൊക്കെ ഞങ്ങളൊക്കെ ചെയ്ത സമരങ്ങൾ എന്താണെന്ന് ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾക്ക് പോലും ഓർമ്മയില്ല. കാരണം അതിന്റെ എവിഡൻസ് എന്ന് പറഞ്ഞാൽ അന്ന് നമ്മുടെ നേതാക്കന്മാർ പങ്കെടുക്കുന്ന സമരങ്ങളുടെ പരിപാടികളുടെയൊക്കെ പത്രക്കട്ടിങ് വെട്ടി നമ്മൾ സൂക്ഷിക്കും. പിന്നെ എപ്പോഴെങ്കിലും ഡൽഹിയിൽ നിന്ന് ആരെങ്കിലും വരുമ്പോൾ കൊടുക്കാം, MLA ആകാം, MP ആകാം എന്നൊക്കെ ഓർത്തിട്ട്. ഈ പത്രക്കട്ടിങ് പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫ് ഒന്ന് അലമാര അടിച്ചു വരുമ്പോഴത്തേക്ക് കത്തിച്ച് കളഞ്ഞു. മനസ്സിലായില്ലേ? അങ്ങനെ എല്ലാവരുടെയും കയ്യിലുണ്ടായിരുന്നു. ഇത് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ വന്നപ്പോൾ നമ്മുടെ ഒരു ആൽബമായിട്ട് സോഷ്യൽ മീഡിയ മാറി. ഞാൻ പറയുന്നത് കോൺഗ്രസ്സുകാർ ഇപ്പോഴും സോഷ്യൽ മീഡിയയെ എഫക്റ്റീവായിട്ട് പൊളിറ്റിക്കലി യൂസ് ചെയ്യാൻ പഠിച്ചിട്ടില്ല എന്ന് എൻ്റെ അഭിപ്രായം. നരേന്ദ്രമോദി ആദ്യത്തെ വട്ടം ഇന്ത്യൻ പ്രധാനമന്ത്രി ആകാനായിട്ടുള്ള എല്ലാ പ്രചരണങ്ങൾക്കും മുൻപന്തിയിൽ അവർ ഉപയോഗിച്ചത് സോഷ്യൽ മീഡിയ. യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ ഇങ്ങനെയുള്ള എല്ലാം ഉപയോഗിച്ചു. ഇനി കോൺഗ്രസ് ഇത് എപ്പോഴെങ്കിലും എഫക്റ്റീവായിട്ട് ഉപയോഗിച്ച് നരേന്ദ്രമോദിക്ക് പണി കൊടുത്തിട്ടുണ്ടോ? എപ്പോഴാ? ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 10 വർഷത്തിന് ശേഷം ഈ പണി നമ്മൾ പഠിച്ചപ്പോൾ നരേന്ദ്രമോദിയേക്കാൾ കൂടുതൽ യൂട്യൂബ് ഫോളോവേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് ഒക്കെ, വ്യൂവേഴ്സ് ഒക്കെ രാഹുൽ ഗാന്ധിക്ക് വന്നു. അതുപോലെ മറ്റേ ധ്രുവ് റാട്ടിയെ പോലുള്ള ആളുകളുടെ വീഡിയോസ്, ഇതിനൊക്കെ ഭയങ്കര എഫക്റ്റാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്ന ഈ രാജ്യത്ത് 145 കോടി ജനങ്ങളുണ്ട്, ഇതിൽ ഭൂരിപക്ഷം ആളുകൾക്ക് മൊബൈൽ ഫോൺ ഇല്ലല്ലോ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നില്ലല്ലോ എന്നൊക്കെ അല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് തർക്കം ഉണ്ടെന്ന് സാധാരണ വെറുതെ കൂലിപ്പണിക്ക് പോകണമെന്ന് അറിയാൻ പറ്റില്ല ഇല്ലേ? എങ്ങനെയാ അവരറിയുന്നത്? ഇവരെല്ലാവരും വാർത്ത കണ്ടിട്ടൊന്നുമല്ല. ഇവരെല്ലാം ഈ മൊബൈലിൽ കൂടെ വരുന്നത്. ഇത് വേറെ ഏതെങ്കിലും ഒരുത്തൻ മറ്റേ കവലൊക്കെ ഇരുന്ന് വിളിച്ചു പറയും, ചായക്കടയിൽ പറയും, ഇത് കേൾക്കും. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസത്തെ KPCC യോഗത്തിൽ വലിയ ലഹളയായിരുന്നു എന്നാണ് ചാനലുകാർ പറയുന്നത്. ചാനലുകാരത് പറഞ്ഞ് അടുത്ത വാർത്തയുടെ പുറകെ പോയി. പക്ഷെ നാട്ടിലുള്ള ആളുകൾ പറഞ്ഞ കോൺഗ്രസ് ജയിക്കൂല, കാരണം ഇവിടെ പൊലിഞ്ഞ അടിയാന്നാണ്. ഇനി ഇതിങ്ങനെ ഒരു 5-6 മാസം ഓടിക്കൊണ്ടിരിക്കും, സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കും. ഞാൻ പറയുന്നത്, ഇത് കണ്ടുപിടിച്ചത് പല ആളുകളും, വലിയ മിടുക്കന്മാർ കണ്ടുപിടിച്ചു. ഇന്ത്യയിലേക്ക് ഇത് കൊണ്ടുവന്നത് നമ്മളാണ്. കമ്പ്യൂട്ടർ കൊണ്ടുവന്നു, മറ്റു വിവര സാങ്കേതിക വിസ്ഫോടനം നടത്തി, മറ്റേ സ്പെക്ട്രം കുറെ കൂടി ആളുകൾക്ക് കിട്ടുന്ന രീതിയിലേക്ക് സ്പെക്ട്രത്തിന്റെ റേറ്റിംഗ് കുറച്ച് എല്ലാവർക്കും കിട്ടുന്ന രീതിയിലൊക്കെ വന്നു. അന്ന് 2G സ്പെക്ട്രം എന്ന് പറഞ്ഞ അഴിമതിയാണ് അതിന്റെ പേരിൽ വന്നത്. ഈ 2G സ്പെക്ട്രം ലേലം നടന്നത് കൊണ്ടാണ് നമ്മളൊക്കെ ഈ സാധനം ഉപയോഗിക്കാൻ പഠിച്ചത്. മനസ്സിലായോ? അന്ന് വിനോദ് റായി 2G സ്പെക്ട്രത്തിൽ അഴിമതി ഉണ്ടെന്ന് പറഞ്ഞ വിനോദ് റായി പിന്നെ സുപ്രീം കോടതി മാപ്പ് കൊടുത്തു. ശരിയാണോ? ശരിയാണോ? പക്ഷെ ഇത് ഈ രാജ്യത്ത് എത്ര പേർക്ക് അറിയാം? 2G സ്പെക്ട്രം എന്ന് പറഞ്ഞ വാക്ക് കേൾക്കുമ്പോൾ ഈ രാജ്യം കേട്ട ഏറ്റവും വലിയ അഴിമതിയായിട്ട് ഇന്ന് സാധാരണക്കാർ ഓർക്കുന്നത് കോൺഗ്രസ്സുകാർ പോലും. ശരിയല്ലേ? കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി, ശരിയല്ലേ? 10 വർഷം നരേന്ദ്രമോദി 11 വർഷമായി ഭരിക്കുന്നു.
അതിൽ ഒരു പ്രതിയെ ശിക്ഷിക്കാൻ ഇന്ത്യയിലെ സകല ഭരണഘടനാ സ്ഥാപനങ്ങളും സംവിധാനങ്ങളും ഉള്ള ഗവൺമെന്റിന് സാധിച്ചോ? ഇല്ല. അതിന്റെ കാരണം അത് ചുമ്മാ ഊതി വീർപ്പിച്ച് അങ്ങനെ ഉണ്ടാക്കി. ബാബ രാംദേവ്, അതുപോലെ മറ്റേ അണ്ണാ ഹസാരെ, കിരൺ ബേദി, വിനോദ് റായ് ഇവരൊക്കെ കൂടി നടത്തിയ പരിപാടിയുടെ പുറകെ എല്ലാവരും നിന്നു. ഈ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെ കൃത്യമായിട്ട് എഫക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയയാണ് അവർ ഉപയോഗിച്ചത്. സോഷ്യൽ മീഡിയ ഇന്നത്തെ മാധ്യമമല്ല, നാളത്തെ മാധ്യമമാണ്. ഞാനത് വീണ്ടും ഉറപ്പിച്ചു പറയാണ്, നാളത്തെ മാധ്യമമാണ്. അതിൽ ഇനി അപ്ഡേഷൻസ് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ അമേരിക്കയിൽ ടിക്ടോക്കിന്റെ നിരോധനം മാറ്റുന്നു എന്നൊക്കെ പറഞ്ഞ വാർത്ത വരുന്നില്ല. ഈ സോഷ്യൽ മീഡിയ ഇല്ലാതെ ഇനി നമുക്കൊരു പരിപാടിയില്ല. ഇനി ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടോ? ഇൻസ്റ്റാഗ്രാം ഉണ്ടോ? ഇൻസ്റ്റാഗ്രാം ഇല്ലാത്ത എത്ര ആളുകളുണ്ട്? ഓക്കെ, എല്ലാവർക്കും ഫേസ്ബുക്ക് ഉണ്ടല്ലോ. ഉണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം തുടങ്ങാതിരുന്നത്? മോശമായ കാര്യങ്ങളുണ്ടെന്ന് ഫേസ്ബുക്കിലില്ലേ? വാട്സപ്പിലില്ലേ? ഇല്ലേ? ഞാൻ ഇനി ഒരു കാര്യം കൂടി കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് ചോദിക്കാം. എനിക്ക് പൊതുവെ ഇച്ചിരി റിബൽ സ്വഭാവമൊക്കെ ഉള്ള ഒരാളാണ്. അപ്പം ഇത് വേറെ ആരും മൊബൈലിലൊന്നും റെക്കോർഡ് ചെയ്യുന്നില്ലല്ലോ. നമ്മുടെ പാർട്ടിയിലെ 100% ആളുകൾ മര്യാദക്കാരാണോ? ആണോ? ആ, പലരെയും പല കേസിൽ പിടിക്കുമ്പോ നമ്മൾ അറിയുന്നത് ഇവനൊക്കെ രഹസ്യമായിട്ട് ഈ വക പരിപാടിയായിരുന്നു അല്ലേ? മനുഷ്യർക്ക് എന്തൊക്കെ കുഴപ്പമുണ്ടോ അത് ഈ രാജ്യത്തെ എല്ലാ മനുഷ്യർക്കും ഉണ്ട്, എല്ലാ പാർട്ടിയിലുള്ള മനുഷ്യർക്കും ഉണ്ട്. നമ്മുടെ പാർട്ടിയുടെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളവന്മാരെ നമ്മൾ തന്നെ ആദ്യം പിടിച്ച് പുറത്താക്കലും നാട്ടുകാരെ അറിയിക്കും, മറ്റവരത് മൂടി വെക്കും, സംരക്ഷിക്കും. അപ്പൊ തമ്മിൽ ഭേദം നമ്മളാന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇനി ഈ ഇൻസ്റ്റാഗ്രാമിന് കുറെ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞില്ലേ, എന്തായിരിക്കും കുഴപ്പം? ഞാൻ ഈ കുറെ കാലം മുമ്പ് ഈ മുഖ്യമന്ത്രിയുടെ ജാഥയൊക്കെ വന്നപ്പോൾ സമരമൊക്കെ നടത്തി ജയിലിൽ കിടന്നു, കാക്കനാട് അവസാനം ജയിലിൽ കിടന്ന ആ സമയത്താണ്. അപ്പൊ ഞാൻ ജയിലിൽ കിടന്നപ്പോൾ ഞങ്ങൾ റിമാൻഡ് പ്രതികളായിട്ട് കൊണ്ടിരുന്ന കുറച്ച് പിള്ളേർ സെറ്റ് ഉണ്ട്. 25 വയസ്സ്, 22 വയസ്സ്, 21 വയസ്സ് ഇങ്ങനത്തെ കുറച്ച് പിള്ളേർ വരും. അപ്പൊ ആ ദിവസങ്ങൾ ഒരു 9-10 ദിവസം കിടന്നു. ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ വരുന്നത് എന്തിന്റെ പേരിലാണെന്നറിയോ? പോക്സോ കേസാ, പീഡനം. ആക്ച്വലി ഇത് പീഡനമെന്ന് ഞാൻ പറയില്ല, കാരണം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളും ഈ പിള്ളേരും പ്രേമവും പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ. പക്ഷെ അത് നിയമത്തിന്റെ കണ്ണിൽ അത് പീഡനമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ എന്റെ ഐഡന്റിറ്റി ഒന്നും, അപ്പൊ എന്റെ കൂടെ രാഹുൽ എന്ന് പറഞ്ഞൊരു മണ്ഡലം പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അവൻ ഈ വരുന്ന എല്ലാവരുടെ കഥ ചോദിക്കും. അപ്പൊ ഞാൻ അവിടെ മാറി നിന്ന് പുസ്തകം വായിക്കും, ഇടയ്ക്ക് ഇതൊക്കെ എന്താണെന്ന് ഇങ്ങനെ കേൾക്കും, അങ്ങനെയൊക്കെ ഇരുന്നു. അപ്പൊ ഇവൻ ആദ്യം പറഞ്ഞു, ഞങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാർ സമരം ചെയ്ത് ജയിലിൽ വന്നാന്ന് പറയുമ്പോൾ ഈ പിള്ളേർ ചോദിക്കും യൂത്ത് കോൺഗ്രസോ? അവന്മാർക്ക് യൂത്ത് കോൺഗ്രസ് എന്താണെന്ന് അറിയില്ല. അപ്പൊ എനിക്കൊരു കൗതുകമായി, ഇവന്മാർ എങ്ങനെയാണ് ഈ പെൺപിള്ളേരെ വളയ്ക്കുന്നത്? നമുക്കറിയണമല്ലോ അല്ലേ? എനിക്കറിയണ്ടേ? എനിക്കൊരു കൗതുകം ഉണ്ടായി, ഞാൻ പറയാൻ ശ്രമിക്കും എന്താണ് ഇതിന്റെ കാരണം. അപ്പൊ അവര് 2 കോമൺ ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, ഇൻസ്റ്റാഗ്രാമിലെ അക്കൗണ്ട്. ഇപ്പൊ എന്റെ പേര് അജീഷ് എന്നാണെങ്കിൽ അജീഷ് എന്നായിരിക്കില്ല അക്കൗണ്ടിലെ പേര്, ബ്ലാക്ക് പാന്തർന്നോ അല്ലെങ്കിൽ നൈറ്റ് റൈഡർന്നോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പേര്. പിന്നെ രണ്ടാമത്തെ ഒരു കോമൺ ആയിട്ടുള്ള സാധനം, നല്ല പുള്ളിങ്ങിൽ ഓടിക്കണം ബൈക്ക്. ഇവന്മാർക്ക് എല്ലാവർക്കും ഉണ്ട്. കൂലിപ്പണിക്ക് പോകണവന്റെ കയ്യിലും ഈ സാധനമുണ്ട്, IT ജോലി ചെയ്യുന്നവരുണ്ട്, ഒരു MBBS ഡോക്ടറും സമാനമായ കേസിൽ അവിടെ അകത്തിറപ്പുണ്ട്. അപ്പൊ ഇവരുടെ എല്ലാവരെയും ബൈക്കും ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ നമ്മുടെ യൂത്ത് ലീഡേഴ്സ് നോക്കി, ഷാഫി പറമ്പിൽ, VT ബൽറാം, രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇവരുടെ ഫോളോവേഴ്സിൽ കൂടുതൽ ആരായിരിക്കും? നമ്മൾ ഇപ്പോഴും ചേട്ടന്മാര് ഡൈ ചെയ്ത് മുടി കറുപ്പിച്ച ചെറുപ്പക്കാരായി തെറ്റിയിരിക്കുന്ന ആളുകളാണ്. ഉമ്മൻചാണ്ടി ഡൈ ചെയ്തിട്ടാണ് ചെറുപ്പക്കാരനായിരുന്നത്. 5 വയസ്സുള്ള ഒരു കൊച്ചു ഉമ്മൻചാണ്ടി എന്ന് വിളിക്കുമ്പോൾ ചെന്ന് കെട്ടിപ്പിടിക്കുക. ഉമ്മൻചാണ്ടിയെ കുറിച്ച് കോൺഗ്രസിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, അത് നമ്മുടെ ഗ്രൂപ്പും നമ്മുടെ മറ്റു പല കാര്യങ്ങളും. കോൺഗ്രസിന് പുറത്ത് പൊതുജനങ്ങളുടെ ഇടയ്ക്ക് ഉമ്മൻചാണ്ടി ആരായിരുന്നു? മരിക്കുന്നവരെ ഏറ്റവും യൂത്ത്ഫുൾ ആയിട്ടുള്ള ലീഡറായിരുന്നു കരുണാകരൻ. മരിക്കുന്നവർ ഇത്രയും ഹാസ്യാത്മകമായിട്ട് പൊളിറ്റിക്സിനെ കണ്ടിട്ടുള്ള വൈബ്രന്റ് ആയിട്ടുള്ള നേതാവല്ലായിരുന്നോ? അവരെ വാർദ്ധക്യം ബാധിച്ചില്ല. മനസ്സിലായില്ലേ? നമ്മുടെ മുടി ടൈ ചെയ്യുമ്പോൾ നമ്മൾ ചെറുപ്പക്കാരായി തെറ്റിദ്ധരിക്കുക. നമ്മൾ തിരിച്ചാണ് വരണ്ടേ. തിരിച്ച് ഇതൊന്നും നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് ഒന്നുമല്ല. ചെറുപ്പക്കാരോട് ഇണങ്ങി നിൽക്കുന്ന നിലപാടെടുത്താൽ കോൺഗ്രസിൽ ആൾ വരും. നിങ്ങൾ കർഷക കോൺഗ്രസ് ആണ് അല്ലേ? ഈ കർഷക കോൺഗ്രസിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്?
ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്ത് കോൺഗ്രസ്സുകാരെ എന്നാണ് ആദ്യം പറഞ്ഞത്. കർഷക കോൺഗ്രസ് ആയാലും ദളിത് കോൺഗ്രസ് ആയാലും മഹിളാ കോൺഗ്രസ് ആയാലും യൂത്ത് കോൺഗ്രസ് ആയാലും ഏത് വിഭാഗത്തിൽപ്പെടുത്തിയാലും കോൺഗ്രസ് ആണ്. എന്തിനാ ഇതൊക്കെ ഉണ്ടാക്കുന്നത്? എല്ലാവരെയും KPCC ഇരുന്ന സ്ഥലമില്ലാത്തതുകൊണ്ടാ. സത്യല്ലേ? യാഥാർത്ഥ്യല്ലേ? എല്ലാവരെയും യൂത്ത് കോൺഗ്രസ് ചെറുപ്പക്കാരൻ AK ആന്റണി 35-ാം വയസ്സിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. ഇന്ന് 35 വയസ്സാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് വരെ എത്തുന്നുള്ളൂ. വയലാർ രവി അതേ പ്രായത്തിൽ AICCയുടെ തെരഞ്ഞെടുക്കപ്പെട്ട ജനറൽ സെക്രട്ടറി ആയി. ഇന്ന് ആ പ്രായത്തിൽ നമ്മൾ AICC ഓഫീസിൽ ചെന്നാൽ മാറിക്കാൻ പറയും ഇല്ലേ? കാരണം അങ്ങോട്ട് പോയവരാരും ഇങ്ങോട്ട് വരുന്നുമില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? നാട്ടിലാണ് ഈ വൈദ്യശാസ്ത്രത്തിന്റെ വികസനങ്ങൾ മുന്നോട്ട് കുതിക്കുന്നതുകൊണ്ട് ആർക്കും പ്രത്യേകിച്ച് അപകടമൊന്നും സംഭവിക്കുന്നില്ല. ഇതിലൊരു മാറ്റം വരുന്നില്ല. അപ്പൊ മാറ്റം വരാതെ വരുമ്പോൾ നമ്മളിപ്പോ ഇതിൽ കുറെ ആളുകളുണ്ട്. നിങ്ങൾ ഏറ്റവും യൂത്ത്ഫുൾ ആയിട്ടുള്ള ആളാരാന്ന് ചോദിച്ചാൽ എന്താ പറയാ? ഈ ഹോളിനകത്ത് ഏറ്റവും ചെറുപ്പക്കാരൻ ആരാന്ന് ചോദിച്ചാൽ ഞാൻ ചാടി എഴുന്നിട്ട് ഞാനാന്ന് പറയും. അത് പുള്ളിയാ പറയണ്ടേ, നിങ്ങളല്ല. ഞാൻ പറയും ഇതിലെ ഏറ്റവും ചെറുപ്പക്കാരൻ ആരാന്ന് ചോദിച്ചാൽ അവനവന് തോന്നണം ഞാനാന്ന്. ബാക്കി നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് അതൊന്നും ഒരു പ്രശ്നമല്ല. എന്തുകൊണ്ടാണ് ചെറുപ്പക്കാരായ MLA കളറിലുള്ള ഷർട്ടുകൾ ഇട്ട് തുടങ്ങി? എന്തുകൊണ്ടാ? ഈ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥികളായിട്ടുള്ള മുഴുവൻ ആളുകളും പല കളർ ഷർട്ടിന്റെ ഫ്ലെക്സ് അടിച്ചു വയ്ക്കുന്നത്? കാരണം എന്താ? ഇവരിലേക്ക് ചെല്ലാൻ നമുക്ക് പണി അറിയില്ല. അപ്പൊ നമ്മൾ അവരെ പോലെ ഒരു ഷർട്ടൊക്കെ ഇട്ടൊന്ന് നോക്കുന്നതാണ്. വേറൊരു വഴിയില്ല. ലോകത്തിലെ ഏറ്റവും കൂടുതൽ യൂത്ത്ഫുൾ ആയിട്ടുള്ള ജനതയുള്ള രാജ്യമാണ് ഇന്ത്യ. ഏറ്റവും അധികം ചെറുപ്പക്കാരുള്ള രാജ്യം. പക്ഷെ ഈ ചെറുപ്പക്കാരിൽ ഭൂരിപക്ഷവും നമ്മുടെ കൂടെയില്ല. വിദേശത്താണെന്നുള്ളത് തെറ്റിദ്ധാരണയാ. ഞാൻ ചോദിക്കട്ടെ, വിദേശത്താണെന്നുള്ളത് ശരിയാണ്, കുറെ ആളുകൾ വിദേശത്തേക്ക് പോകുന്നുണ്ട്. ഈ പോക്സോ കേസിൽ പെടുന്ന 25 വയസ്സുകാരനൊക്കെ ഈ നാട്ടിലില്ല. അവൻ എന്താ യൂത്ത് കോൺഗ്രസിൽ ചേരാത്ത? എന്താ ഉറപ്പ്? ഞാൻ പറയുന്നത് ഇത് നമ്മുടെ പാർട്ടിയുടെ ഇന്റേണൽ മീറ്റിംഗ് ആയതുകൊണ്ട് നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് നമ്മൾ കാണണം. DYFI ആരും ആകട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ പിടിക്കപ്പെടുന്ന എല്ലാ കള്ളന്മാരും ഈ DYFI യുവമോർച്ച ആവണമെന്നാണ് നമ്മുടെ ആഗ്രഹം. നമ്മുടെ ആകല്ലേ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. പക്ഷെ ഇവരാരും എന്തുകൊണ്ട് കോൺഗ്രസിൽ വരുന്നില്ല? 140 വർഷത്തെ പാരമ്പര്യമുണ്ട് നമുക്ക്. രാഹുൽ ഗാന്ധിയുണ്ട്, പ്രിയങ്ക ഗാന്ധിയുണ്ട്. ഇങ്ങോട്ട് താഴോട്ട് വന്നാലും ഇതുപോലെ വൈബ്രന്റ് ലീഡേഴ്സ് ഉണ്ട് നമ്മുടെ മുമ്പിൽ, അല്ലേ? എന്നിട്ട് എന്ത് ചെറുപ്പക്കാരെ ആകർഷിക്കാൻ പറ്റാത്തത്? ഫണ്ടിങ് ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ചെറുപ്പത്തിൽ യൂത്ത് കോൺഗ്രസും KSU ഒക്കെ ആയത് ഫണ്ടിങ് ഉണ്ടായത് കൊണ്ടാണോ? എന്തുകൊണ്ടായിരിക്കും? പറയ്, കേട്ടില്ല. സംരക്ഷണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്ന? അല്ല, ഞാൻ ചോദിക്കുന്നത് സംരക്ഷണം ഇല്ല എന്ന് നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. നമ്മളൊരു പ്രശ്നത്തിൽപ്പെട്ട വിളിച്ചാൽ നമ്മുടെ നേതാക്കന്മാരിലൊക്കെ ഫോൺ എടുക്കില്ല, എടുത്താൽ പിന്നെ വിളിക്കാൻ പറയും, പിന്നെ വിളിക്കില്ല, 2 ആഴ്ച മിണ്ടില്ല. ഇതൊക്കെയാണ് പ്രശ്നം. ഭൂരിപക്ഷം നമ്മുടെ ആളുകൾക്ക് കൂടി എനിക്ക് പറയാനുണ്ട്. ഇപ്പൊ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ KSU യൂണിയൻ പിടിച്ചു. SFIയുടെ ഫണ്ടിങ് മുഴുവൻ നടക്കുന്നത് സംസ്ഥാനത്തെ മുഴുവൻ സർവകലാശാലകളുടെയും ഫണ്ട് എടുത്ത് അവർ പ്രവർത്തിക്കുന്നത്. അതുകൂടാതെ അവർ ഭരണം വരുമ്പോൾ പിരിക്കും, ഇതൊക്കെ ചെയ്യും. നമ്മള് എന്തുകൊണ്ടാണ് ക്രിക്കറ്റ് ടീമിനും ഫുട്ബോൾ ടീമിനും ഒരേ അറ്റൻഷൻ കിട്ടാത്തത്? സമാനമാണ് വിസിബിലിറ്റി. എന്തുകൊണ്ടാണ് സച്ചിൻ ടെണ്ടുൽക്കറെ നമ്മൾ ആരാധിക്കുന്ന അതേ നിലവാരത്തിൽ ഇന്ത്യയിലെ മുഴുവൻ ആളുകളും വൈച്ചും കൂട്ടിയെയും നമ്മുടെ IM വിജയനെയും ആരാധിക്കാത്തത്? വിസിബിലിറ്റിയാണ്, അല്ലേ? മറ്റത് കൂടുതൽ ജയിക്കുന്നു, കൂടുതൽ കളികൾ നടക്കുന്നു, കൂടുതൽ അവർ ഫാഷനബിൾ ആകുന്നു, അവരെ ഐക്കണായിട്ട് സ്വീകരിക്കുക. വിസിബിലിറ്റിയാണ്. എന്തുകൊണ്ട്? VD സതീശൻ പ്രതിപക്ഷ നേതാവാണല്ലോ. ഇപ്പൊ നിലവിലുള്ളതിൽ അത്യാവശ്യം നന്നായിട്ട് പഠിച്ച് പ്രസന്റ് ചെയ്യുന്ന ആളാണ്. VD സതീശൻ ഫേസ്ബുക്കിൽ ലൈവിൽ വന്നിട്ട് ഒരു പ്രസംഗം, ഫേസ്ബുക്ക് ലൈവ് നടത്തുമ്പോൾ 1000-2000 പേരൊക്കെയാണ് ലൈക്ക് ചെയ്യുന്നത്.
ഷാഫി പറമ്പിൽ ഫേസ്ബുക്ക് ലൈവ് വരുന്നു 26,000-25,000 പേര് മിനിമം ലൈവ് വാച്ച് ചെയ്യണം. എന്തായിരിക്കും കാരണം? സതീശേട്ട യൂത്ത് അല്ലെന്ന് പുള്ളി കേട്ടേക്കരുത്. നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാരല്ലെന്ന ഒരാള് പോലും കേൾക്കാം. ഇനി കെ സുധാകരൻ ഇത്രയും ശക്തനായിട്ടുള്ള ഒരു KPCC പ്രസിഡന്റ് അല്ലേ? പക്ഷെ അദ്ദേഹത്തിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും റീച്ച് കിട്ടുന്ന VT ബൽറാമിനാണ്. നിങ്ങൾ ഇവരുടെയൊക്കെ ഫേസ്ബുക്ക് ഫോളോവേഴ്സിന്റെ ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. 4.5 ലക്ഷത്തിന് മേലെ, 5 ലക്ഷത്തോളം എടുത്താണ്. അതെന്തായിരിക്കും സംഭവിക്കുക? 2 തരം പരിപാടിയുണ്ട്. ഒന്ന്, നമുക്കൊരു 10,000 ഫോളോവേഴ്സ് ആകുമ്പോൾ നമുക്ക് ഒരു 20,000 കാശ് കൊടുത്ത് മേടിക്കാം, ലൈക്കും വേണമെങ്കിൽ മേടിക്കാം. ഈ നമ്മൾ ഇടുന്ന പോസ്റ്റൊക്കെ ബൂസ്റ്റ് ചെയ്യാം, പൈസ കൊടുത്ത് ബൂസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്. 1,000 പേര് ലൈക്ക് ചെയ്താൽ പിന്നെ 1,001-ാമത്തവൻ എന്ത് ചെയ്യും? ഇത്രയും ലൈക്ക് ഉണ്ടാവും, ഒരെണ്ണം കിടക്കട്ടെ എന്ന് പറഞ്ഞു. ആ സമയം 8 ലൈക്കാണെന്ന് വെക്കി, 8 ഇത് കൊള്ളില്ലായിരിക്കും, പോവും. ആ സമയം ഒരു 2K, ഞാനൊക്കെ ആദ്യം എൻ്റെ പോസ്റ്റോയ്ക്കൊക്കെ 1K ലൈക്ക് അടിക്കും. 1K ആവാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കും, എപ്പോൾ 1K ആവുമെന്ന് ഉറക്കൊളിച്ചിരിക്കും. 1K ആവുമ്പോൾ നമുക്ക് എന്തോ വലിയ റേഷൻ വെറുതെ കിട്ടിയ പോലെ തോന്നും. ഒന്നുമില്ല, ഒരു സുഖം. മനസ്സിലായില്ലേ? ഇത് വേണ്ടി ബൂസ്റ്റ് ചെയ്ത് നമുക്ക് അങ്ങനെ ആക്കാം. ബൂസ്റ്റ് ചെയ്താൽ പിന്നെ ഫോളോവേഴ്സും അല്ലെങ്കിൽ ലൈക്കൊക്കെ തന്നെത്താൻ വരും. പക്ഷെ അങ്ങനെ വരാതെ ഇവരെഴുതുന്ന ചില സാധനങ്ങൾക്ക് റീച്ച് ഉണ്ട്. VT ബൽറാം ഫേസ്ബുക്കിൽ എഴുതിയിട്ടാൽ അത് ചിലപ്പോൾ വാർത്തയാവാറുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലെ ചില ഫേസ്ബുക്ക് പോസ്റ്റുകളായിരിക്കും പിറ്റേ ദിവസം വാർത്തയാകുക. ചിലപ്പോൾ ചില നേതാക്കന്മാരും നേതൃത്വത്തിനെതിരെ വിമർശിക്കുന്ന ഫേസ്ബുക്കിലായിരിക്കും, അത് വാർത്തയാകും, ഇല്ലേ? അപ്പൊ ഇത് ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട്. ഇനി നിങ്ങൾ ഫേസ്ബുക്ക് എന്തിനാ ഉപയോഗിക്കുന്നത്? കേട്ടില്ല. ഫേസ്ബുക്ക് എന്തിനാണ് ചേട്ടാ ഉപയോഗിക്കുന്നത്? പ്രവർത്തനങ്ങൾ അറിയിക്കാൻ. ഓക്കെ, നിങ്ങൾ ഫേസ്ബുക്കിൽ നിങ്ങൾ പങ്കെടുത്ത പരിപാടിയുടെ ഫോട്ടോ ഇടും, അല്ലെങ്കിൽ പങ്കെടുക്കാൻ പോകുന്ന പരിപാടിയുടെ ഫോട്ടോ ഇടും, അങ്ങനത്തെ, അല്ലെങ്കിൽ നമ്മൾ പ്രസംഗിക്കുന്ന അങ്ങനെയല്ലേ ഇടുന്നത്? വേറെ എന്തെങ്കിലും ചെയ്യാറുണ്ട് അതിൽ? ഒപ്പീനിയൻ, അതായത് നിങ്ങൾ വേറെ ആരുടെയെങ്കിലും പോസ്റ്റിന്റെ അടിയിൽ പോയി ലൈക്ക്, കമന്റ് അങ്ങനെയാണോ? നമ്മൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒപ്പീനിയൻ എഴുതിയിടും. ഓക്കെ, പിന്നെ എന്തിനാ ഉപയോഗിക്കുന്നത്? നടിമാരെ കാണാനോ? ആര്? മറിമായം കാണാൻ. തെറ്റില്ല. അല്ല, ഞാൻ ഇവിടെ നിന്ന് ഒരടി പൊക്കത്തിൽ നിൽക്കുന്ന വലിയ വ്യത്യാസമൊന്നുമില്ലേ നമ്മൾ തമ്മിൽ. ചിലപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും വലിയ ഹോബി എന്താണെന്നറിയോ? നമ്മുടെയൊക്കെ മുടിയൊക്കെ നരച്ചു കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? പൊളിറ്റീഷ്യൻസിന്റെ മുടി ആദ്യം നരയ്ക്കുന്നത്. കാരണം എന്തൊക്കെ ബുദ്ധിമുട്ടാണെന്നറിയോ? നമ്മൾ എത്ര പേരെ നേരിടണം? നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ആളെ നമുക്ക് കൈവച്ച് കിടക്കാം. ഞാൻ കരാട്ടെ പഠിച്ചിട്ടുള്ള, തല്ലാൻ വന്ന കൈവച്ച് കിടക്കാം. ഇത് ആരൊക്കെ എവിടെന്നാ പണി തരുന്നതെന്ന് അറിയാത്തതുകൊണ്ട് നമ്മൾ അത്രയും ബുദ്ധിമുട്ടി നമ്മുടെ തല പോയിക്കുകയാണ്. മുടി നരയ്ക്കാത്തവന്റെ ഭാഗ്യമെന്ന് വിചാരിച്ചാൽ മതി. പൊളിറ്റീഷ്യൻസിന്റെ മുടിയാണ് ആദ്യം നരയ്ക്കുന്നത്. കാരണം ഇതാണ്. ഞാൻ എൻ്റെ ഇവിടത്തെ മുടി നരച്ചോടക്കിയപ്പോ ഇത് എന്താണെന്ന് ആലോചിച്ചപ്പോ മനസ്സിലായത്. ഇപ്പൊ എൻ്റെ മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലെ കമന്റുകൾ വായിക്കും, ചില പോസ്റ്റ് വരും. ഇന്നലെ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചു, അല്ലേ? അപ്പൊ നമ്മുടെ പഴയ ജഡ്ജി കമാൽ പാഷ സാർ പറഞ്ഞു അത് അധിക ശിക്ഷയാണ്, വധശിക്ഷയ്ക്കുള്ള വകുപ്പില്ലാന്ന്. അപ്പൊ അതിനൊരു കമന്റ് ഇൻസ്റ്റാഗ്രാമിൽ, ഇയാൾക്ക് ആ കഷായം കുറച്ചാൽ കൊടുക്കാൻ. മനസ്സിലായില്ല? അദ്ദേഹം പറഞ്ഞത് നിയമവശമാണ്. നിയമം നോക്കുമ്പോൾ അത് അങ്ങനെ ഓവർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ശിക്ഷയാണെന്ന് പറയാം. പക്ഷെ കേട്ട് നിൽക്കുന്ന ഒരു സാധാരണക്കാർ തോന്നിയത് കഷായം കുടിച്ചവന്റെ വിഷമം മനസ്സിലാവണമെങ്കിൽ അത് കുടിക്കണമല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ ഇതൊക്കെ വായിച്ചിരിക്കും. കാരണം നമ്മളിത് എൻജോയ് ചെയ്യണ്ടേ? പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറഞ്ഞ് CPM-കാർ നമ്മളെ പേടിപ്പിക്കും, ഇല്ലേ? ഒരു നല്ല വണ്ണമുള്ള ഒരാൾ വന്നാൽ നമ്മൾ എന്ത് പറയും? തടിയൻ എന്ന് പറയും. മെലിഞ്ഞിട്ട് ഒരാൾ വരാണെങ്കിലോ എലുമ്പെന്നും പറയും. ഇത് നാട്ടിലെല്ലാവരും പറയുന്ന. ഇന്നിത് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ എഴുതിയ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ പേരിൽ നിങ്ങൾ വിചാരണ ചെയ്യപ്പെടും. വലിയ പ്രശ്നമാണ്. പക്ഷെ ഇന്നലെ വിനായകൻ ചെയ്ത പോലെ ചെയ്ത ഒരു കുഴപ്പമില്ല. അത് പാവപ്പെട്ടവന്റെ ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായിട്ട് ഇവരങ്ങ് വാഴ്ത്തിക്കോളും, ഇല്ലേ? നമ്മൾ വിനായകൻ ഇന്നലെ ചെയ്തതിനെതിരെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ നമ്മൾ ഇന്നലെ കൊലപിടിച്ചേനെ. സോഷ്യൽ മീഡിയ എങ്ങനെയൊക്കെ പോകുന്നതെന്ന് മനസ്സിലായില്ലേ? ലോകത്തിൽ എഡിറ്റിംഗ് ഇല്ലാത്ത ഒരേ ഒരു മേഖല അതേ ഉള്ളൂ,
നമ്മൾ വൺസ് ഇട്ട് പോയി എയറായി. എഡിറ്റിംഗ് ഇല്ല. പത്രത്തിന് എഡിറ്റർ ഉണ്ട്, ചാനലുകൾക്ക് നേരത്തെ എഡിറ്റേഴ്സ് ഉണ്ടായിരുന്നു, ഇപ്പൊ എഡിറ്റേഴ്സും ഇല്ല. ഇപ്പൊ ലൈവ് പോയപ്പോ റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാർ പോക്സോ കേസിൽ പെട്ടത് എന്തുകൊണ്ടാ? എഡിറ്റർ ഇല്ല, ലൈവ് പോയാലാണ് കമന്റ് വന്നത്. എഡിറ്റർ ഇല്ലാത്ത എന്ത് തോന്നിവാസവും കാണിക്കാൻ പറ്റുന്ന സ്പേസാണ് സോഷ്യൽ മീഡിയ. പക്ഷെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കണം നമ്മളാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ ഫേസ്ബുക്കിൽ ഇടാറുണ്ടോ? ഇടാറുണ്ട്. എന്തിനാ അത് ഇടുന്നത്? ഒരു സന്തോഷം, നമ്മളെ 10 ആള് കാണും, ചേട്ടാ ലൈക്ക് എന്നൊക്കെ പറയും. ഞാൻ പറയുന്നത് നിർബന്ധമായിട്ട് ചെയ്യണം. എൻ്റെ ഒരു ഒപ്പീനിയനിൽ പലർക്കും ഈ സോഷ്യൽ മീഡിയ കൈകാര്യം, ഞാനൊരു എക്സ്പെർട്ട് ഒന്നുമല്ല, പലർക്കും പല ഒപ്പീനിയൻസ് ഉണ്ടാവും. എൻ്റെ ഒപ്പീനിയനിൽ പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ. ചിലര് പേഴ്സണൽ പ്രൊഫൈലും പേജും സെപ്പറേറ്റ് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. ഞാൻ ഇങ്ങനെ കുറെ ആളുകളുടെ ഇങ്ങനെ ചെക്ക് ചെയ്ത് അപ്പൊ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയനിലേക്ക് എത്തിയത്, ഇത് രണ്ടും ഒന്നായ എന്താ പ്രശ്നം? ഒരു കോൺഗ്രസ് നേതാവിന്റെ മക്കൾ ആരാണെന്ന് നാട്ടുകാർ അറിഞ്ഞോട്ടെ, എന്ന് ഭാര്യ ആരാണെന്ന് നാട്ടുകാർ അറിഞ്ഞോട്ടെ, കുഴപ്പമുണ്ടോ? നിങ്ങളെ അവസാനമായിട്ട് നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഉള്ള ഫോട്ടോ എപ്പോഴാണ് ഫേസ്ബുക്കിൽ ഇട്ടത്? 5 ദിവസം. വെരി ഗുഡ്. ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി. എൻ്റെ ഭാര്യ മഹാഭാവാണ്, എന്നെ കുറെ കാലം സഹിച്ചു എന്നൊക്കെ പറഞ്ഞ് വാഴ്ത്തും. വീട്ടിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ തട്ടിപ്പാണ്. അല്ലാതെ നിങ്ങൾക്ക് തോന്നില്ലേ നമ്മൾ ഭാര്യയുടെ കൂടെ ഇരിക്കുമ്പോൾ ഒരു നല്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്ലിക്ക് ചെയ്ത് ഒരു ഫോട്ടോ ഇതെങ്ങനെ ഇട്ടേക്കാന്ന് തോന്നില്ലേ? തോന്നണം. കരുണാകരൻ കല്യാണിക്കുട്ടിയമ്മയെ കരുണാകരനോളം നാട്ടുകാർക്ക് അറിയാം. ഉമ്മൻചാണ്ടിയുടെ ഭാര്യ അറിയാമേലെ നാട്ടുകാർക്ക് അതുപോലെ അറിയാം. നമ്മള് നല്ല പൊളിറ്റീഷ്യൻസ് ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ ചോദിക്കാൻ കാരണം പ്രായത്തിനൊരു തടസ്സമല്ല. ലോകത്തിൽ വലിയ മാറ്റം നടത്തിയ ആളുകളൊക്കെ അവരുടെ മിഡിലേക്കിന് ശേഷമാണ് വിപ്ലവം നടത്തിയിട്ടുള്ളത്. പ്രായം ഒരു പ്രശ്നമല്ല. ഇന്ന് തൊട്ട് അങ്ങോട്ട് നമ്മളൊരു നല്ല പൊളിറ്റീഷ്യൻ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വിസിബിലിറ്റി എങ്ങനെയായിരിക്കണമെന്ന് നമ്മളങ്ങോട്ട് തീരുമാനിക്കണം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പിണറായി വിജയൻ വൃത്തികെട്ടവനാണ്, വീണ വിജയൻ കൊള്ളക്കാരിയാണ്, മുഹമ്മദ് റിയാസ് മരുമോനാണ് എന്ന് പറയും. ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇട്ട ആളുകൾക്ക് തോന്നുന്നു ഇവനൊരു പണിയില്ലാതെ ഇവരെ തെറി പറയാതിരിക്കാൻ. ഇടയ്ക്ക് നമ്മുടെ മുഖം കൂടി ഒന്ന് ഇടണം. അപ്പൊ മടുക്കുമ്പോൾ നല്ല ചേട്ടനാണുള്ള ഒരു ലൈക്ക് അങ്ങോട്ട് തരും. അത് കഴിയുമ്പോൾ നമ്മുടെ ഫാമിലി ഇടണം. നമ്മൾ പോകുന്ന യാത്രകൾ, നിങ്ങൾ യാത്ര പോവാറുണ്ടോ? ഫാമിലി ആയിട്ട് പോവാറില്ല? പിന്നെ ഇനി ഇതൊക്കെ ചെയ്യും. വയനാട്ടുകാരുണ്ടോ ഇവിടെ ആരെങ്കിലും? ഞാൻ പറയുന്നത് നിങ്ങൾ എങ്ങനെ സ്വീകരിക്കും അറിയില്ല. ആ സുൽത്താൻ ബത്തേരി ബാങ്കിലെ കേസ് പുറത്തു വന്നപ്പോ പറഞ്ഞ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ പരിപാടിയൊക്കെ നടത്തിയെന്നാണ്. ഞാൻ വിശ്വസിക്കുന്നില്ല. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എഗ്രിമെന്റ് വെച്ച് മുദ്രപത്രത്തിൽ ഒപ്പിട്ട് കൊള്ള നടത്തുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട? അത് പാർട്ടി പ്രവർത്തനമാണെന്നും കൂടി പറയാം. MLA അറിഞ്ഞോ എന്തു ആവട്ടെ, അത് പാർട്ടി പ്രവർത്തനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നിട്ട് പറയാണ് ഒരു മനുഷ്യായുസ് മുഴുവൻ ഈ പാർട്ടിക്ക് വേണ്ടി ബലി കഴിച്ചു. ആരാ പറഞ്ഞു നിങ്ങളോട്? AICC കത്ത് തന്ന മനുഷ്യായുസ് മുഴുവൻ പാർട്ടിക്ക് വേണ്ടി ബലി കഴിച്ചോ? നോട്ടാ മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തനം ആയിക്കോളണമെന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പിന്നെ നിങ്ങൾ എപ്പോഴാ പണിക്കുവാണ്? എപ്പോഴാണ് നിങ്ങൾക്ക് പണം കിട്ടുന്നത്? എങ്ങനെയാ നിങ്ങൾക്ക് പണം കിട്ടുന്നത്? എങ്ങനെയാ നിങ്ങളുടെ കുടുംബത്തെ നോക്കുന്നത്? എങ്ങനെയാ നിങ്ങളുടെ കുട്ടികളുടെ കാര്യം നടത്തുന്നത്? നല്ല പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞാൽ അവനവന്റെ കുടുംബത്തോട് കമ്മിറ്റ്മെന്റ് വേണം. അപ്പോഴേ നാട്ടുകാരോട് തോന്നുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് അഭിനയമായിരിക്കും. അവനവനോട് ആദ്യം തോന്നണം. ഞാന് ഇടയ്ക്ക് ആലോചിക്കും എന്താണ് നേട്ടം എന്ന്. അപ്പൊ എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്താ അറിയോ? എന്റെ ഏറ്റവും വലിയ സന്തോഷം പ്രത്യേകിച്ച് അപകടങ്ങളൊന്നും കൂടാതെ വീട്ടിലെത്തി. ഇന്ന് കുറെ ആളോട് സംസാരിക്കാൻ പറ്റി. പിന്നെ കുറെ CPMകാരെ വെല്ലുവിളിക്കാൻ പറ്റി. അങ്ങനെയൊക്കെ. അപ്പൊ എല്ലാ പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുമ്പോൾ എന്റെ വീടിന്റെ പഴയ വീട് ആയിരുന്നപ്പോ വീട്ടിലേക്ക് കല്ലേറ് വരും. ഇപ്പൊ നമ്മളൊക്കെ വലുതായപ്പോ അത്ര ശല്യമില്ല. എന്റെ നാട്ടിൽ അപ്പന അങ്ങനെ കുറച്ച് കോൺഗ്രസ്സുകാരുണ്ടായുള്ളൂ. പഞ്ചായത്ത് ഇലക്ഷൻ നിയമസഭാ ഇലക്ഷൻ നമ്മൾ തോറ്റു എന്ന് ഞങ്ങൾ അറിയുന്ന വീട്ടിൽ വരുന്ന കല്ലേറുകയാണ്. പിന്നെ ഒരു 5 ദിവസത്തേക്ക് കാരണവരെ കാണൂല. അയ്യമ്പുഴ പഞ്ചായത്ത്, എറണാകുളം ജില്ലയിലെ അയ്യമ്പുഴ പഞ്ചായത്താണ്, മലയോര ഗ്രാമ. 80 രൂപീകരിച്ച പഞ്ചായത്തിൽ ആകെ 2 പ്രാവശ്യം നമുക്ക് ഭരിക്കാൻ പറ്റുള്ളൂ. 2 പ്രാവശ്യം അവരുടെ കയ്യിലിരിപ്പുണ്ട് നമുക്ക് ഭരണം കിട്ടിയതാണ്. പിന്നെ നമ്മുടെ കയ്യിലിരിപ്പുണ്ട് ഇപ്പൊ കുറച്ചു കാലമായിട്ട് നമ്മൾ അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്.
അങ്ങനെയുള്ള ഒരു സ്ഥലത്തു നിന്ന് വരുന്നതുകൊണ്ട് എനിക്ക് ഈ CPM നമ്മളെ വെല്ലുവിളിക്കുമ്പോൾ ആവേശം കൂടും. ഇതൊരു ത്രില്ല്, അത്രയേ ഉള്ളൂ. കൃത്യമായിട്ടുള്ള വരുമാനം, കൃത്യമായിട്ട് അവനവന്റെ കാര്യമൊക്കെ നോക്കി നടക്കുന്നു. അപ്പോൾ ചെറിയ ഗ്യാപ്പ് കിട്ടുമ്പോൾ അതിലാണ് നമ്മൾ പൊളിറ്റീഷ്യൻ ആവും. അപ്പൊ ഞാൻ അതിൽ നോക്കുന്ന, നാളെ എന്റെ മക്കള് കോൺഗ്രസ് ആണെന്ന് പറയണം. അവര് കാനഡയിൽ പൊക്കോട്ടെ, അവർ UK പൊക്കോട്ടെ, അവര് ഡൽഹി പോയി പഠിച്ചോട്ടെ, അവർ എവിടെ വേണമെങ്കിലും പഠിച്ചോട്ടെ, അവർ SFI ചേരാൻ പാടില്ല, ABP ചേരാൻ പാടില്ല. അപ്പൊ എന്നെ കണ്ട ഒരു കോൺഗ്രസ് ആവണം. അങ്ങനെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റണം. അപ്പോ ഞാൻ വീണ്ടും സോഷ്യൽ മീഡിയയിലേക്ക് വരികയാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ വീണ വിജയന്റെ അഴിമതിയെ കുറിച്ച് പറയാം, പക്ഷെ വീണ വിജയന്റെ പേഴ്സണൽ വെയർബോട്ട്സിനെ കുറിച്ച് പറയാൻ പാടില്ല. അതും നമ്മൾ പാലിക്കേണ്ട ഒരു മര്യാദയാണ്. ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ. സൈബർ അന്തം കമ്മികൾ എന്ന് പറയുന്ന പോലെ അന്തം കുഞ്ഞികളും ഉണ്ടാകാമല്ലോ. നിലവാരം എവിടെ വരെ എത്തണം എന്ന് നമ്മളെ തീരുമാനിക്കണം. നിങ്ങൾ പിണറായി വിജയനെ വിമർശിക്കുമ്പോൾ നിങ്ങൾക്ക് റീച്ച് കിട്ടുന്നത് പോലെ തന്നെ ആ റീച്ച് താഴെ പോകാതിരിക്കാൻ ആ നിലവാരത്തിൽ നിന്ന് വിമർശിക്കണം. അയാളുടെ ഭാര്യയെയും അയാളുടെ മകളെയും മകളുടെ മകനെയും അപ്പനെയും അമ്മയും നിങ്ങൾ കോരന്റെ മകനല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഒരു പൊളിറ്റിക്സ് അല്ല, അത് നെഗറ്റീവ് പൊളിറ്റിക്സാണ്. അത് ആർക്കാ ഗുണം കിട്ടുക? അത് അയാൾക്കേ ഗുണം കിട്ടുള്ളൂ. ചെത്തുകാരന്റെ മോനല്ലടാ നിനക്ക് മുഖ്യമന്ത്രി ആവാമോ എന്ന് ചോദിച്ചാൽ ചെത്തുകാരന്റെ മോനായിക്കൂടെ? ചായക്കച്ചവടക്കാരന് പ്രധാനമന്ത്രി ആവാമോ എന്ന് ചോദിച്ചാൽ ഒറ്റ ചായ ചർച്ച തന്നെയാണ്. 1226 ചായ്പേ ചർച്ച നരേന്ദ്രമോദി നടത്തി. 1226 ജനം പ്രധാനമന്ത്രിയായി. നരേന്ദ്രമോദിയുടെ 4 ഇരട്ടി ഡിഗ്രി വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരുന്ന മണിശങ്കർ അയ്യരുടെ വായിൽ നിന്ന് ആ വാക്ക് വന്നത് ചായ്പേ ചർച്ച. ഞാൻ അങ്ങനെയല്ല പറഞ്ഞതെന്നൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഒരു 2 മാസം മുമ്പ് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അല്ല പറഞ്ഞെന്ന് 10 കൊല്ലം കഴിഞ്ഞ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സംഗതി ഏറിപ്പോയി. ഇപ്പൊ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു കൃത്യത ഉണ്ടാവണം. നിങ്ങൾ നിർബന്ധമായിട്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുക്കണം. ഇപ്പൊ ജോസഫ് ഏട്ടന്റെ പേര് ജോസഫ് എന്നാണെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ JOSF കിട്ടോ, എന്നാലും കുഴപ്പമില്ല. പിള്ളേർക്ക് അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ഫോട്ടോ ഒക്കെ കിട്ടോ. അത് നിങ്ങളുടെ ഫോട്ടോ ആവണമെന്നില്ല, വേറെ ആരെങ്കിലും ഫോട്ടോ ഇട്ട്, ഒരു മമ്മൂട്ടിയോ ദുൽഖർ സൽമാൻ ആരെങ്കിലും ഇട്, അല്ലെങ്കിൽ ചുമ്മാ ഇരുട്ടത്ത് നിൽക്കുന്ന ഒരു ബൈക്ക് റൈഡറുടെ പടം കേട്ടോ. പക്ഷെ നമ്മുടെ പൊളിറ്റിക്സ് അവരിലേക്ക് എത്തിക്കാൻ അതേ മാർഗമുള്ളൂ. ഇൻസ്റ്റാഗ്രാമിൽ കിടന്ന് തുള്ളി കളിക്കുന്ന പിള്ളേരുടെ അടുത്തേക്ക് നമ്മൾ എങ്ങനെ കോൺഗ്രസിന്റെ രാഷ്ട്രീയം പറയും? നമ്മളവിടെ ചെല്ലണ്ടേ? നിങ്ങൾ എങ്ങനെയാ ബൂത്തിൽ വോട്ടർ പട്ടിക വോട്ട് പിടിക്കാൻ ചെല്ലുന്നത്? അവരുടെ വീട്ടിൽ ചെന്നല്ലേ സ്ലിപ്പ് കൊടുക്കുന്നത്, നമ്മുടെ ലീഫ്ലെറ്റ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലുള്ള ചെറുപ്പക്കാരിലേക്ക് നമ്മൾ ചെല്ലണം. അപ്പൊ അതിൽ അക്കൗണ്ട് എടുക്കണം, അതിലെന്താ നടക്കണേന്ന് നമ്മൾ കാണണം, വേണ്ടേ? ഇപ്പൊ ഒരു ഷാപ്പിനകത്ത് എന്താ നടക്കുക? വെള്ളമടി, അത് മാത്രമേ ഉള്ളോ? പാട്ട് പാടും, പിന്നെ നല്ല അടിപൊളി കറിയും ഒക്കെ കിട്ടുന്ന സ്ഥലമല്ലേ? അടുത്തെങ്ങനെ ഷാപ്പിൽ പോയിട്ടുണ്ടോ? പോയിട്ടില്ല? ഞാനൊരു കള്ളു കുടിക്കുന്ന ആളൊന്നുമല്ല, പക്ഷെ ഞാൻ ഷാപ്പിൽ പോയത് ഒരു 1.5 മാസം മുമ്പാണ്. വീടിന്റെ അടുത്ത് മലയാറ്റൂർ കോടനാട് ഷാപ്പില് വൈകുന്നേരമായി. ഇപ്പൊ വൈഫിന് പറഞ്ഞു ഷാപ്പിൽ നിന്ന് കഴിക്കുമെന്ന്. എന്നാ പോയേക്കാന്ന് പറഞ്ഞു പിള്ളേരെയും വൈഫിനെയും അപ്പനെയും കൂട്ടി. അപ്പൻ നല്ല അടി അടിക്കും. പുള്ളിക്ക് കള്ളും കിട്ടി, ഞങ്ങൾക്ക് കറിയും കിട്ടി. നമ്മൾ ഇതൊക്കെ കാണണം. അവിടെയുള്ള ആളുകളുടെ പൊളിറ്റിക്സ് നമുക്ക് അറിയണ്ടേ? നമ്മൾ എന്തോ വലിയ ആളുകളായി തെറ്റിദ്ധരിച്ചപ്പോഴാണ് കോൺഗ്രസിന്റെ ബന്ധം വിറ്റുപോയേ. നിങ്ങൾ കപിൽ സിബലിനെ കുറിച്ച് ആലോചിച്ച് നോക്കി. ഒരു സിറ്റിങ്ങിന് മിനിമം 5 ലക്ഷം രൂപ അദ്ദേഹത്തെ ഒന്ന് കാണണമെങ്കിൽ, നമ്മുടെ കേസ് ഒന്ന് സംസാരിക്കണമെങ്കിൽ. പ്രവർത്തക സമിതി അംഗമായിരുന്നു. പാവപ്പെട്ടവന് വേണ്ടിയിട്ട് കേസ് നടത്തുമോ? ഇല്ല. അദ്ദേഹം നമ്മുടെ പാർട്ടി അധികാരത്തിൽ നിന്ന് പോയപ്പോൾ വഴക്കൂടി കഴിഞ്ഞപ്പോൾ സമാജ്വാദി പോയിട്ട് അവിടുത്തെ രാജ്യസഭ MP. കോൺഗ്രസ് സാധാരണക്കാരിൽ നിന്ന് വേറിട്ട് ചില്ലുമേടയിലേക്ക് ചേക്കേറിയപ്പോ നമ്മുടെ പണി തീർന്നു. ഇപ്പൊ വീണ്ടും നമ്മൾ ഭാരത് ജോഡോ ആയിട്ട് രാഹുൽ ഗാന്ധി ഇറങ്ങി സാധാരണക്കാരുടെ അടുത്ത്, പിച്ചക്കാരുടെ അടുത്ത്, അല്ലെങ്കിൽ വർക്ക്ഷോപ്പിലെ പണിക്കാരുടെ അടുത്ത്, പാടത്ത് പണിയുടെ അടുത്ത്, തൊഴിലുറപ്പ് തൊഴിലാളികളുടെ അടുത്ത്, ചേറി കിടക്കുന്നതിന്റെ അടുത്തേക്ക് ഇപ്പൊ ടീഷർട്ട് ഇട്ട് രാഹുൽ ഗാന്ധി താഴേക്ക് ഇറങ്ങി വന്നു. അതിന്റെ കാരണം എന്താ? പണ്ട് നമ്മുടെ നേതാക്കന്മാർ മുകളിലേക്ക് പോയിട്ട് പിന്നെ തിരിച്ച് താഴേക്ക് നോക്കിയില്ല. ഇതിന് സമാനമാണ്. നമ്മൾ ചെറുപ്പക്കാരുടെ ഇടയിൽ നിന്ന് വേററ്റ് പോവുകയാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് ചേക്കേറണം. ഇന്ന് ഈ കർഷക കോൺഗ്രസിന്റെ യോഗത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളുടെ ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുക്കലാണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുക്കുക. ആദ്യം തന്നെ പിണറായി വിജയൻ തെണ്ടിയാന്നൊന്നും പറഞ്ഞേക്കരുത്. നമ്മൾ കോൺഗ്രസിന്റെ പേജ് ഫോളോ ചെയ്തിട്ടില്ല. നിങ്ങൾ CPIM കേരള എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. ഞാൻ അതിലെ ഫോളോവർ അല്ല, പക്ഷെ ഞാൻ സ്ഥിരമായിട്ട് അവരുടെ പേജ് എടുത്ത് നോക്കും. അവരെന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കും.
ഡിവൈഎഫ്ഐയുടെ 7 ലക്ഷം, അതിന്റെ CPM-ന്റെ ഇരട്ടി ഉണ്ട് ഡിവൈഎഫ്, 7 ലക്ഷത്തി ചില്ലാനും ഫോളോവേഴ്സ്. അതും കയറി നോക്കും. അപ്പൊ അത് നമ്മളിങ്ങനെ എടുത്തു നോക്കുമ്പോൾ അറിയാം നമുക്ക് പരിചയമുള്ള പലരും അതിന്റെ ഫോളോവേഴ്സാ. യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെ ഫോളോവേഴ്സാ. എനിക്ക് മാനസികമായിട്ട് ഫോളോ ചെയ്യാൻ തോന്നാത്തത് കൊണ്ട് ഫോളോ ചെയ്യാറില്ല. പക്ഷെ എല്ലാ ദിവസവും എടുത്ത് നോക്കും അവരെന്താ പറയണെന്ന് അറിയണ്ടേ. നമുക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇവിടെ ബ്രഹ്മപുരത്ത് തീ പിടിച്ച് 13 ദിവസക്കാലം കേരളത്തിലെ DYFI CPM വേണ്ടിയില്ല. അപ്പൊ അന്ന് ചർച്ചയ്ക്ക് പോയപ്പോൾ ഞാൻ പറഞ്ഞു 13 ദിവസം ഒരു നഗരത്തിൽ തീ പിടിച്ചിട്ട് വൃത്തിയേട്ടവന്മാർ ഇത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ചാനലിന്റെ ആങ്കർ എടുത്ത് നോക്കുന്നത്. അപ്പൊ അത് അവർക്കൊരു പണിയായി. അതുപോലെ ഓരോ കേസും വരുമ്പോൾ ഇത് നമുക്ക് വലിയ ഗുണമാണ്. നമ്മളെ മറ്റുള്ളവരെയും ഫോളോ ചെയ്യണം. RSSും CPM ഒക്കെ ചെയ്യുന്ന എന്താ, നമ്മുടെ നേതാക്കന്മാർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നത് കൈരളിയിലായിരിക്കും ആദ്യം വാർത്ത തന്നെ. എന്തുകൊണ്ടാ? അവന്മാര് ഡെയിലി ഇത് നോക്കിയിരിക്കുക നമ്മൾ ആരാണ് ഒരു വിമത ശബ്ദം ഉയർത്തുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കർഷക കോൺഗ്രസിന്റെ പേജ് ഫോളോ ചെയ്യണമെന്ന് പ്രസിഡന്റ് പറഞ്ഞ അഭ്യർത്ഥന ആദ്യം തന്നെ നടപ്പാക്കണം. സ്വന്തമായിട്ട് ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ പ്രൊഫൈല് ആക്റ്റീവ് ആക്കണം. അതിന് ഫുൾ ടൈം പൊളിറ്റിക്സ് പറയാൻ പാടില്ല, പേഴ്സണൽ ആയിട്ടും കൂടി അതിനെ ഡീൽ ചെയ്യണം. നമ്മൾ കുറെ കൂടി ജെന്യുവിൻ ആണെന്ന് തോന്നണം. നമ്മുടെ ഫാമിലി, നമ്മുടെ വെയറബോട്ട്സ്, നമ്മൾ ഇടപെടുന്ന മേഖല. ഇപ്പൊ നിങ്ങൾ നല്ലൊരു കാപ്പി കുടിച്ചു ഏറ്റവും അടുത്തൊരു സുഹൃത്തിന്റെ ഒപ്പം, ഒരു ഫോട്ടോ എടുക്കുന്നവർക്ക് തെറ്റൊന്നുമില്ല ഇല്ലേ? സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നത് നിങ്ങൾ പറയുന്ന പൊളിറ്റിക്കൽ പോസ്റ്റിനാണോ, നിങ്ങളുടെ ഫേസ്ബുക്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചറിനാണോ? പ്രൊഫൈൽ പിക്ചറിനാണ്. അപ്പൊ ഈ പേജ് ആക്റ്റീവ് ആക്കി നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരേ ഒരു അടവെന്ന് പറഞ്ഞാൽ ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. പീരെ ഇട്ട് കൊടുക്കുന്ന പോലെ ഞാനാണ് കേട്ടോ എന്ന് പറയാം. അപ്പൊ അവർ വന്ന് ലൈക്ക് ചെയ്യും. അപ്പൊ നമ്മൾ ഇടുന്ന നമ്മുടെ പൊളിറ്റിക്സ് ഒന്നും അവർ വായിച്ചു നോക്കും, അത് പോകും. പിന്നെ അതിന്റെ താഴെ ഹൈലൈറ്റ്, നമ്മളിട്ട പോസ്റ്റ് വലിയ റീച്ച് ഇല്ലെങ്കിൽ @ഹൈലൈറ്റ്ന്നോ @ഫോളോവേഴ്സ്ന്നോ @everyone എന്നൊക്കെ നമ്മൾ തന്നെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറെ ആളുകളിലേക്ക് അങ്ങോട്ട് ചെല്ലും. അപ്പൊ എന്റെ പേജിന് ഒരു 50,000 ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ ഇടുന്ന പോസ്റ്റ് ഒരു 150 ലൈക്കേ വന്നിട്ടുള്ളൂ. അപ്പൊ ഇത് കുറെ പേര് കാണേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഒരു കമന്റ് ഇടും @ഫോളോവേഴ്സ് അല്ലെങ്കിൽ @ഹൈലൈറ്റ് എന്നിടും. അപ്പൊ ഇത് എല്ലാ ഫോളോവേഴ്സിലേക്കും ഇയാൾ ഈ പോസ്റ്റ് ഇട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ചൊക്കെ എല്ലായിടത്തും ഇരിക്കുന്നവൻ ഇടുന്ന പോസ്റ്റ് എങ്ങനെ നമ്മൾ പെട്ടെന്ന് കാണണേ? അവരത് ഹൈലൈറ്റ് ചെയ്ത് വിടുകയാണ്, അപ്പൊ നമ്മളിലേക്ക് എത്തുകയാണ്. ഇനി ഇതിന്റെ പെയ്ഡ് പ്രൊമോഷൻ എന്ന് പറഞ്ഞ പരിപാടി, അങ്ങനെ പലതും ഉണ്ട്. കാശൊന്നും ഇപ്പൊ മുടക്കണ്ട, അല്ലാണ്ട് തന്നെ നമുക്ക് പറ്റും. ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ. ആക്ച്വലി എനിക്ക് ട്വിറ്റർ ഇല്ല. ട്വിറ്ററൊക്കെ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഒരു എലീറ്റ് ക്ലാസ് പൊളിറ്റിക്സിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ ട്വിറ്ററിന് ഭയങ്കര റീച്ച് ഉണ്ട്, റേഞ്ച് ഉണ്ട്, ആവശ്യമുള്ളവർക്ക് ചെയ്യാം. പക്ഷെ മിനിമം ഫേസ്ബുക്ക് അല്ല, ഇൻസ്റ്റാഗ്രാം ആണ്. എൻ്റെ വൈഫിന്റെ ആങ്ങള UK-ലാണ്. അപ്പൊ അവന് ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ല, ആക്റ്റീവാണ് അല്ല. അപ്പൊ അമ്മായപ്പൻ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്. അപ്പോ പുള്ളി CPM-കാരനാണ്. എൻ്റെ അമ്മായപ്പൻ ലോക്കൽ കമ്മിറ്റി മെമ്പറൊക്കെ. അപ്പൊ പുള്ളി ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇന്ന് പിണറായി വിജയന്റെ അത് എന്നൊക്കെ പറഞ്ഞിട്ടും ആ ഒരു 4-5 ലൈക്കൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതിങ്ങനെ ഇവന് ചമ്മലായതുകൊണ്ട് ഇവൻ ഫേസ്ബുക്കിൽ നിന്ന് പതുക്കെ മാറി ഇൻസ്റ്റാഗ്രാം തുടങ്ങി. UK ചെന്നിട്ടാ തുടങ്ങിയിട്ടോ. അപ്പോഴാണ് ഒരു അമ്മായപ്പൻ രാവിലെ ഇൻസ്റ്റാഗ്രാം തുടങ്ങി. അപ്പൊ ഏതോ ഒരു പാർട്ടി ക്ലാസ്സിൽ CPM-കാർ പറഞ്ഞു കൊടുത്തത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് പൊക്കോളെ. പുള്ളിക്ക് 68 വയസ്സായി, ഇൻസ്റ്റാഗ്രാം തുടങ്ങി. അപ്പൊ അവൻ UK-ന്ന് എൻ്റെ വൈഫിനെ വിളിച്ചു പറയും, ഈ അപ്പായി എന്ത് കോപ്പായി കാണിക്കണേ, ഇൻസ്റ്റാഗ്രാമിൽ സമാധാനം എന്തല്ലേ? മനസ്സിലായില്ലേ? പിള്ളേര് നോക്കിയിരിക്കുകയാണ്. അപ്പൊ എൻ്റെ വൈഫിന്റെ ചേച്ചിയുടെ മോള് ജുവൽ എന്ന പേര്, അവൾ 6ാം ക്ലാസ്സിലാണ് പഠിക്കണേ. അവൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഉണ്ട്. ഇടയ്ക്ക് കരിങ്ങാച്ചിറയിൽനിന്ന് കിഴക്കമ്പലത്തെ അമ്മ വീട്ടിൽ വരുമ്പോൾ അപ്പാപ്പന്റെ അമ്മാമ്മയുടെയും ഫോണിലാണ് അവൾ ഇന്ന് പണിയണത്. അവൾ തന്നെത്താൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കി. ഇന്നലെ ഞങ്ങൾ അവിടെ നിന്ന് പോരുമ്പോ അവളുടെ അമ്മ എൻ്റെ വൈഫിനോട് പറയാണ്, ഇത് ഡിലീറ്റ് ചെയ്ത് കളയണം, അവർക്കൊന്നും വലിയ പിടുത്തമില്ല എന്താ ചെയ്തതെന്ന്. ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ചെയ്യണം, ഇത്രയും കൊച്ചു കുട്ടികൾക്കൊന്നും ഇതിന്റെ ആവശ്യമില്ല എന്ന് പറയാണ്. ഞാൻ അങ്ങനെ ഇതൊക്കെ കേട്ടിങ്ങനെ നിന്നു, ഇത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? കൊച്ചു കുട്ടികളൊക്കെ ഇൻസ്റ്റാഗ്രാമിലെ റീലാ കാണണേ. എൻ്റെ മക്കള് ഇംഗ്ലീഷ് പാട്ട് പാടും. ഇലുമിനാറ്റി എന്ന് പറഞ്ഞ പാട്ട് എൻ്റെ ഇളവൻ 5 വയസ്സുള്ളൂ, അവൻ മൊത്തം പാടും. ഇത് അവരെവിടുന്ന പഠിച്ചേ? നിങ്ങൾ ബുഗാട്ടി ഷിറോൺ എന്ന് പറഞ്ഞ കാറ് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു കാറുണ്ട്. പള്ളിയിലെ പെരുന്നാളിന് ഈ ഞായറാഴ്ച പോയപ്പോ ഈ കാറ് വേണമെന്ന് പറഞ്ഞ അടിയുണ്ടാക്കാറുണ്ട് പള്ളിയിൽ കിടന്ന്. ഇതൊക്കെ ഇവർ ഇവിടെ നിന്ന് അറിയുന്നുണ്ട്. ഇപ്പോഴാണ് നമ്മൾ 139 ചാലഞ്ചിൽ അഴിമതി നടന്നിരിക്കുന്നു. 149 ചാലഞ്ച് തുടങ്ങുമോ ഇല്ലയോ?
കോൺഗ്രസ് 140 വർഷത്തെ പാരമ്പര്യം, രാജ്യത്തിന് ധീര ദേശാഭിമാനികൾ സംഭാവന ചെയ്ത ഭരണഘടന എന്നൊക്കെ പറയാം. ഇപ്പൊ ചെറുപ്പക്കാരെവിടെയാ? അവനപ്പുറത്ത് കുത്തിരിക്കുക, അവനറിയണ്ടേ. കാനഡയിലുള്ള ഒരു സുഹൃത്ത് എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച അവള് പറഞ്ഞത് ഇതൊരു ഗ്രാൻഡ് ഓൾഡ് പാർട്ടി എന്നാണ്. ഗ്രാൻഡ് ഓൾഡ് അപ്പൂപ്പനെയും വെച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി ആരാ നിങ്ങളുടെ കൂടെ വന്നതെന്ന് ചോദിച്ചു. ഞാൻ നോക്കിയപ്പോ ശരിയല്ലേ, 10 കൊല്ലത്തെ പഴക്കമുള്ള ആം ആദ്മി പാർട്ടി 2 സംസ്ഥാനം ഭരിക്കുന്നു, ബാക്കി സംസ്ഥാനങ്ങളിൽ നമ്മളെ തോപ്പിക്കുന്നു. അവര് വോട്ട് പിടിക്കുമ്പോൾ നമ്മളാണോ തോക്കണേ? 140 വർഷത്തെ പഴക്കമുള്ള നമ്മളിപ്പോഴും എത്ര സ്ഥലത്തുണ്ട്? എത്ര സ്ഥലത്ത്? 4. ഏതൊക്കെ ഏട്ടാ 4? കർണാടക, തെലങ്കാന, ഹരിയാനയൊക്കെ നമ്മൾ തൊപ്പിയിട്ടു. ഹിമാചൽ പ്രദേശ്, പിന്നെ എവിടെ? കാശ്മീരിൽ ഒരു കുഞ്ഞി ഷെയർ, അത് വേണമെങ്കിൽ പോയാൽ മതി, നിന്നാ മതി എന്നാണ് ഇപ്പൊ അവര് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ നമ്മളെ വെല്ലുവിളിക്കുക. ജാർഖണ്ഡിൽ ഒരു വലിയ തെറ്റില്ലാത്തൊരു ഷെയർ ഉണ്ട്. പിന്നെ നമുക്ക് 3 ഉള്ളൂ, ബാക്കി ഞാനും മൂർഖനാണ്. എന്താ ഇതിന്റെ കാരണം എന്നറിയോ? ഞാൻ ഈ പറഞ്ഞ കാര്യമുള്ളൂ, ചെറുപ്പക്കാരിൽ നമ്മളില്ല. നമ്മൾ ഇപ്പോഴും മണ്ഡലം കമ്മിറ്റിയിലേക്ക് വെക്കണ 50 പേരുടെ തർക്കത്തിൽ ഒരിഞ്ഞ തല്ല്. ബ്ലോക്ക് കമ്മിറ്റിയിലെ 100 പേരെ നിലനിർത്തണോ, വേറെ 10 പേരെ കൂട്ടണോ? KPCCയിലെ 700 പേരിൽ ആരെങ്കിലും കുറയ്ക്കാൻ പറ്റുമോ? 22 വർഷത്തിന് ശേഷം ഈ പാർട്ടിയിൽ അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ 13 ആളുകൾ വോട്ട് ചെയ്തില്ല. അതിൽ ഒരാൾ ഒളിവിലും 12 പേര് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ്. അത് കാർപോർച്ചിൽ നിന്ന് പുറത്തിറങ്ങാൻ ആരോഗ്യമില്ലാത്ത 12 പേരും ഉണ്ടായി. പ്രതാപവർമ്മ തമ്പാൻ മരിച്ച് 3-ാം ദിവസം ഇറങ്ങിയ ലിസ്റ്റിൽ അദ്ദേഹത്തിന്റെ പേരുണ്ടായി. മരിച്ച ആളുടെ പേരൊന്ന് വെട്ടാൻ പോലും നമ്മുടെ ആളുകൾക്ക് തോന്നിയില്ല ലിസ്റ്റ് ചെയ്ത്. അപ്പൊ എന്റെ കൂട്ടുകാരി എന്നോട് പറഞ്ഞത് ശരിയല്ലേ, ഇതൊരു ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയാണ്, തന്ത വൈബാണെന്ന് ചെറുപ്പക്കാർ പറഞ്ഞ പോലെ. നമ്മളൊന്ന് സമ്മതിച്ചേ വഴിയുള്ളൂ. തന്ത വൈബല്ല എന്ന് തെളിയിക്കാൻ നമ്മൾ ആഞ്ഞിറങ്ങി പണിയെടുക്കണം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിക്കണമെങ്കിൽ എത്ര സീറ്റ് വേണം? 71 സീറ്റിലെങ്കിലും നമ്മൾ ജയിക്കണം. ഇപ്പൊ തന്നെ ലീഗുകാർ പറയുന്നത് ഞങ്ങളില്ലെങ്കിൽ ഞങ്ങൾ ജയിക്കുന്ന, നിരീക്ഷകന്മാര് പറയുന്നത് സ്വന്തം നിലയിൽ ജയിക്കാൻ പറ്റുന്ന 2 പാർട്ടി രാജ്യത്തോ സംസ്ഥാനത്തുള്ളൂ, ലീഗും CPM. നമ്മളാരായി? മനസ്സിലായോ? ഇപ്പൊ ശശി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ശശി തരൂർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്ര വോട്ടിന് ജയിച്ചേ? ഇന്ത്യയിലെ പാർലമെന്റ് MP-മാര് പ്രസംഗിച്ചതിൽ ഏറ്റവും വലിയതും ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിച്ചത് അദ്ദേഹം. ഓർക്കേണ്ടത് നിങ്ങൾ. ആ വാക്ക് തിരയാൻ വേണ്ടി അന്ന് ഗൂഗിളിലെ ആളുകൾ പണിയായിരുന്നു. ഇത് എന്ത് സംഭവം എന്ന് അറിയാൻ വേണ്ടി. ഒരു പെൺകുട്ടി ഞാൻ കണ്ട മീഡിയ 1 ചാനലില് ഈ വാക്ക് കാണാപ്പാടം പഠിച്ച് ഇതിന്റെ അർത്ഥം പറഞ്ഞ് അത് വൈറലായ ആ വീഡിയോ. ആ വാക്ക് ആർക്കാ മനസ്സിലാകുക? അർബൻ അപ്പർ ക്ലാസ് വോട്ടേഴ്സിനാണ് അല്ലെ? സാധാരണ വിദ്യാഭ്യാസം ഉണ്ടായപ്പോൾ അതിലും ഉയർന്ന വിദ്യാഭ്യാസം ഉള്ളവർക്കാണ് ഇത് മനസ്സിലാവുള്ളൂ. ശശി തരൂരിനെ ജയിപ്പിച്ച ആരാ? അപ്പർ ക്ലാസ് വോട്ടൊക്കെ എണ്ണി നമ്മൾ തോറ്റ് തൊപ്പിയിടുന്ന് തോന്നി നമ്മൾ വോട്ട് എണ്ണുന്ന ടീമിക്ക് മുമ്പിൽ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോ മലയാളം പോലും നേരെ ചൊവ്വ വൃത്തിക്ക് പറയാറിയാത്ത മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയ അല്ലേ? അപ്പൊ കോൺഗ്രസ് എവിടെയാ ഉള്ളത്? ഗാന്ധിജി പണ്ട് പറഞ്ഞ എന്താ? ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ആത്മാവ്. കോൺഗ്രസ് സാധാരണ മനുഷ്യരില്ല. ഈ സാധാരണ മനുഷ്യര് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. ഈ സാധാരണ മനുഷ്യരുടെ മക്കൾ ചെറുപ്പക്കാര് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും കൂലിപ്പണിക്ക് പോകണമെങ്കിലും ഇൻസ്റ്റാഗ്രാമിലുണ്ട്. നമ്മൾ അവിടേക്ക് ചെല്ലണം. DYFIയുടെയും SFIയുടെ ഒക്കെ ക്യാമ്പയിൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ ഈ ഒരു ക്ലാസ്സിനെയാണ് അവർ അട്രാക്ട് ചെയ്യുന്നത്. നമ്മൾ അവിടേക്ക് ചെല്ലണം. ഇതില് എളുപ്പ വഴിയൊന്നുമില്ല, പക്ഷെ രസകരമായ വഴികളേ ഉള്ളൂ. എളുപ്പ വഴികളില്ല, രസകരമായ വഴികളേ ഉള്ളൂ. ഇനി അതിനപ്പുറത്ത് നിങ്ങൾ ഒരു പണിക്കും പോവാതെ ഇരുന്ന് പണിയാണെങ്കിൽ വരുമാനം കിട്ടുന്ന പണി ഇതില്. എനിക്കിപ്പോ കഴിഞ്ഞ ഓഗസ്റ്റിന് ശേഷം എനിക്ക് 2500 രൂപയുടെ അടുത്തായി. ഞാൻ അറിഞ്ഞില്ല. എനിക്കൊരു ചെറിയ ഓഫീസ് ഉണ്ട്. ഈ IELTS PT ഒക്കെ ഞാൻ 2-3 മിനിറ്റുള്ള അവസാനിപ്പിക്കും. തിരക്കാണ്. IELTS PT ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പൊ അവിടുത്തെ ഓഫീസിലെ പെൺകുട്ടി ഇങ്ങനെ പേജ് നോക്കുന്ന വിളിക്ക് ചേണ്ട പേജ് കൂടി ഞാനൊന്ന് നോക്കാം എന്ന് പറഞ്ഞ് നോക്കിയപ്പോ അതിൽ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്.
അതിങ്ങനെ എടുത്തു നോക്കിയപ്പോൾ എനിക്ക് പൈസ വന്നേനെ. അപ്പൊ ഇതെവിടുന്ന വന്നേന്ന് നോക്കിയപ്പോ ഇങ്ങനെ നമ്മൾ ചില പോസ്റ്റ് ഒക്കെ ഇടൂലേ, അപ്പൊ അത് ഭയങ്കര റീച്ച് പോകും. അതിൽ ആളുകൾ വന്ന് കമന്റ് എഴുതും. ആ എഴുതുന്നതിന് നമുക്ക് ഡോളർ കിട്ടും. അത് $100 ആവുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. $100 ആവുമ്പോൾ നമുക്കത് കാശാവും. മനസ്സിലായോ? എനിക്കിപ്പോ 2500 മേലെ ആയിട്ടുണ്ട്, പക്ഷെ കാശായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് വൈഫിനോട് പറയും കാശ് എടുക്കാറായോ എന്ന് ചോദിക്കും. നമുക്ക് ആവശ്യം ലൈക്കല്ല, കാശാണ്. കാശ് ആവശ്യമില്ലേ? എനിക്ക് ഈ ക്യാമ്പ് നടത്താൻ എത്ര ചെലവുണ്ട്? സംസ്ഥാന പ്രസിഡന്റ് അറിയാലോ. കാശ് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ഇതിൽ വരുമാനം കണ്ടെത്താം. നിങ്ങൾക്ക് ഇതിൽ പൊളിറ്റിക്കലി നിങ്ങളുടെ വിസിബിലിറ്റി കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾക്കിതിൽ നിങ്ങളുടെ രാഷ്ട്രീയം പറയാൻ പറ്റും. നിങ്ങൾക്കിതിൽ ഭാര്യയെ സ്നേഹിക്കാനും പറ്റും, മക്കളെ പ്രോത്സാഹിപ്പിക്കാനും പറ്റും, കൂട്ടുകാരെ കൊതിപ്പിക്കാനും പറ്റും. എൻ്റെ കൂട്ടുകാരെ ഇടയ്ക്ക് പറയും, എൻ്റെ കൂട്ടുകാരുടെ ഭാര്യ ഉദാഹരണത്തിനും ഷിയാസിക്കയുടെ വൈഫ് ഇടയ്ക്ക് പുള്ളിക്ക് നല്ല പിച്ചും മാന്തം കൊടുക്കുന്ന പറയണം. ആ ജിൻഡോനെ കണ്ടുപിടിക്കും ടൂറ് പോകണമെന്ന്. സത്യത്തില് ഞാൻ തട്ടിപ്പോയിരുന്നു. ഞാനിപ്പോ ശനി ഞായറും പരിപാടികളെ കിട്ടുകയാണെങ്കിൽ ഞാൻ കാറിൽ വൈഫിനെയും പിള്ളേരെയും കയറ്റും. പിള്ളേര് കോൺഗ്രസും ആയിക്കോളും, അവർക്കൊരു ടൂറും ആയിക്കോളും. പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒരു ചായ മേടിച്ചു കൊടുക്കും. ആ സ്ഥലത്ത് എവിടെയെങ്കിലും ഒരു ഫോട്ടോ എടുക്കും. ഇത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇടും. അപ്പൊ നമ്മൾ ഭയങ്കര ട്രാവലിംഗ് ആണെന്ന് എല്ലാവർക്കും തോന്നും. അവര് ഹാപ്പി, ഞാനും ഹാപ്പി, നാട്ടുകാർക്ക് തോന്നും എന്ത്, ഇത്രയും തിരക്കിനിടയ്ക്ക് കുടുംബത്തോടൊപ്പം ടൂർ പോകാൻ സമയം കിട്ടുന്ന രാഷ്ട്രീയ നേതാവ്. അപ്പൊ നമ്മുടെ കൂട്ടുകാരുടെ ഭാര്യമാര് അവർക്കുള്ള പണി കൊടുക്കുകയും ചെയ്യും. അപ്പൊ കൂട്ടുകാരെ കൊതിപ്പിക്കാം, മക്കളെ പ്രോത്സാഹിപ്പിക്കാം, ഭാര്യമാരെ സ്നേഹിക്കാം, നമുക്ക് രാഷ്ട്രീയം പറയാം, വരുമാനം ഉണ്ടാക്കാം, നിലപാട് പറയാം. ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നൂലേ ബ്ലോക്ക് പ്രസിഡന്റ് ഞാൻ പറഞ്ഞ അംഗീകരിക്കണില്ല, അപ്പൊ തന്നെ ഫേസ്ബുക്കിൽ എഴുതിയിടും വൃത്തികെട്ടവൻ, ഈ ബ്ലോക്ക് പ്രസിഡന്റ് കീഴിൽ ഇനി പ്രവർത്തിക്കാൻ പറ്റില്ല, പാർട്ടിയുടെ അന്തകൻ. ചെയ്യില്ലേ? ചെയ്യണ്ടേ? പരിപാടി ഇന്ന് നിർത്തിക്കോട്ടോ. അങ്ങനെ ചെയ്യരുത്. നമ്മൾ എപ്പോഴും നമുക്കിതൊക്കെ ചെയ്യാം, പ്രതിഷേധിക്കാം. നമ്മൾ പറയും നമുക്ക് പറയാം പാർട്ടി വേദിയില്ല. പാർട്ടി വേദിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? നാട്ടുകാരെ വിളിച്ചുകൂട്ടി തെറി അല്ലേ? അങ്ങനെയാണ് ചെയ്യുന്നത്. നേരിട്ടും പറയാം, അതൊക്കെ. പക്ഷെ ഇതിലും ചെയ്യാം. എങ്ങനെ ചെയ്യണം? നമ്മൾ എങ്ങനെ ചെയ്യണം? ഉപമ, ഉൽപ്രേക്ഷ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പൊളിറ്റിക്സ് പറയണം, ശരിപക്ഷം പറയണം, എന്നിട്ട് അതിൽ കുറവ് എന്താന്ന് പറയണം. ആളുകളെ മോശമാക്കരുത്. ചിലപ്പോൾ നമുക്ക് പറ്റുന്ന അബദ്ധം എന്താ പറയുക, ഈ സാധനത്തിൽ വൺസ് നമ്മൾ എഴുതിയിട്ട പിന്നെ ഇങ്ങോട്ട് പിടിക്കാൻ പറ്റൂല. ഇപ്പൊ ഒരു റീല് ഇങ്ങനെ വലിക്കുമ്പോ ആള് വന്ന റീല് കാണാനുള്ളത് നിങ്ങള്, അതുപോലെ ഇങ്ങോട്ട് വലിച്ചാൽ പോരൂല, ഇത് എറിഞ്ഞ പോയി. അപ്പോ എപ്പോഴും പാർട്ടി വിരുദ്ധ, ഞാൻ പറഞ്ഞ പാർട്ടി വിരുദ്ധം എന്നാണ്, നേതാവ് വിരുദ്ധം എന്നല്ല. വാക്ക് ശ്രദ്ധിച്ചല്ലോ. പാർട്ടി വിരുദ്ധ സ്റ്റേറ്റ്മെന്റുകൾ നടത്താൻ പാടില്ല. ഇനി നേതാവിനെതിരാണ് പറയുന്നെങ്കിലും അത് പാർട്ടിക്കെതിരാവാൻ പാടില്ല. ഇപ്പൊ ഞാനൊരു നേതാവിനെ വിമർശിക്കുമ്പോൾ അതിന്റെ അൾട്ടിമേറ്റ് ആയിട്ട് ഡാമേജ് പാർട്ടിക്കാണെങ്കിൽ ചെയ്യരുത്, വെയിറ്റ് ചെയ്യണം. പാർട്ടിക്ക് ഒഫീഷ്യൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിൽ പറയാം. മിക്കവാറും ഭൂരിപക്ഷത്തിന്റെ അടിച്ചമർത്തലുകൾ സഹിച്ച് നമ്മൾ പിന്നിപ്പൊട്ടി പാർട്ടി വിട്ടുപോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും എന്നൊക്കെ നമുക്ക് തോന്നും, ഇല്ലേ? അങ്ങനെയോ ഉണ്ടാകാം. 100% കറ തീർന്ന ഒരു പാർട്ടിയല്ല. എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ നല്ല കോൺഗ്രസ്സുകാരൻ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ എല്ലാ ദിവസവും അമ്പലത്തിൽ പോയി തൊഴുതു വരുന്നവൻ മാത്രമല്ല, എല്ലാ ദിവസവും പള്ളിയിൽ പോയി കുർബാന കൊണ്ടിട്ട് വരുന്നവനൊന്നല്ല. എന്താ പ്രശ്നമെന്നറിയൂ? അങ്ങനെയുള്ളവരെ നമ്മൾ പഞ്ചായത്ത് ഇലക്ഷൻ നിർത്തും. മുഴുവൻ സമയവും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവൻ വിജയ സാധ്യത കുറവാണ്. പക്ഷെ പള്ളിയിലെ കൈക്കാരനെ നിർത്തി ജയിക്കുന്നു പറഞ്ഞ് ചിലപ്പോൾ നിർത്തും. അപ്പൊ നമ്മൾ നോക്കി ഇന്ന് വോട്ട് ചെയ്ത് ജയിപ്പിക്കേണ്ട വരെയും ചെയ്യും. ഇതൊക്കെ നടക്കും. പക്ഷെ അത് മാത്രമല്ല, ചെറുപ്പക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമ്മളൊരു ചെറുപ്പക്കാരനാകണം. ആത്മവിശ്വാസത്തോടെ പുതിയ തലമുറയെ അഡ്രസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. അതിന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കണം. സോഷ്യൽ മീഡിയ ഒരു അവസാന വാക്കല്ല. സോഷ്യൽ മീഡിയയുടെ പ്രവർത്തനം മാത്രമാകാനും പാടില്ല. പലരുടെയും പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മൾ ഒരു സമരത്തിൽ പങ്കെടുത്തിട്ട് നേതാവിനോടൊപ്പം ഒരു സെൽഫി എടുക്കും, അപ്പൊ വിട്ടുകളയും. അല്ലെങ്കിൽ ഒരു പരിപാടിയിൽ ചെല്ലും, നമ്മൾ 10-5 പേര് ഞങ്ങള് അങ്കമാലിയുടെ സാന്നിധ്യം വാട്സപ്പിലൂടും ഫേസ്ബുക്കിലൂടും, വണ്ടി വിട്ടുകളയും, പരിപാടിക്ക് ആളുണ്ടാവില്ല. ഇങ്ങനെ പല പരിപാടിയുണ്ട്. അതിലുള്ള ഒരു പ്രശ്നം, നമ്മൾ സോഷ്യൽ മീഡിയക്ക് വേണ്ടിയാണ് സമരം ചെയ്തത്, പാർട്ടിക്ക് വേണ്ടിയല്ല. തട്ടിപ്പുകാരെ കൂടെ നടക്കുന്നവർ മനസ്സിലാവും. കാരണം നമ്മളെക്കാളും വലിയ തട്ടിപ്പുകാരൻ നമ്മുടെ അപ്പുറത്തുണ്ടാവും. അപ്പൊ അവൻ കണ്ടുപിടിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഫേക്ക് പരിപാടി സോഷ്യൽ മീഡിയയിൽ നടത്തിയാൽ കണ്ടുപിടിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ തീർന്നു പോകും. നിങ്ങൾ ധൈര്യമായിട്ട് ജെന്യുവനായിട്ട് നിങ്ങളുടെ പൊളിറ്റിക്സിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ല മാധ്യമമാണ്. നല്ല രീതിയിൽ ഉപയോഗിക്കാം, മോശം രീതിയിൽ ഉപയോഗിക്കാം.
ഇപ്പൊ ചില ആളുകള് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകളെ തെറി പറയാൻ ഉപയോഗിക്കും, ഇകഴ്ത്തി കാണിക്കാൻ ഉപയോഗിക്കും. ചിലർ അശ്ലീലമായിട്ടുള്ള ബോബി ചെമ്മണ്ണൂര് എത്ര നല്ല ആളായിരുന്നു, എന്തൊക്കെ കാര്യം ചെയ്തു. അയാളുടെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യം ചെയ്യായിരുന്നു. അയാൾ ഒത്തിരി നന്മ ചെയ്യുന്ന ഒരാളാ. പക്ഷെ ഗ്യാപ്പ് കിട്ടുമ്പോൾ കുറച്ച് പോക്കൃത്തരം ചെയ്യും. അപ്പൊ ഈ ചെയ്ത പോക്കൃത്തരങ്ങളൊക്കെ എവിഡന്റ് ആയിട്ട് അവിടെ കിടന്നു. നമ്മളിപ്പോ ഒരു ചേട്ടനെ വിളിച്ച് ചേട്ടാ അയാൾ മോശാട്ടാ എന്നൊക്കെ പറയണ പോലെയല്ലെന്ന്. ഇതിൽ ഇട്ട് കഴിഞ്ഞ് ഇട്ടു. കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജിയും ഈ സാധനം നോക്കി റീൽസ് കണ്ടിരിക്കുന്ന ആളല്ലേ. അത് ജീവിതത്തിൽ ഒരിക്കലും റീൽസ് കാണില്ല എന്നല്ലല്ലോ സത്യപ്രതിജ്ഞ ചെയ്തേക്കണേ. അയാളും സോഷ്യൽ മീഡിയ ഉപയോഗിക്കും. അപ്പൊ ബോബി ചെമ്മണ്ണൂരിന്റെ കഥ അയാൾ കണ്ട് പണി കിട്ടി. അപ്പൊ നമ്മൾ എപ്പോഴും ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഒരു വാക്കും കൂടി അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ടാഗ് ചെയ്യാറുണ്ടോ? ടാഗ് ചെയ്യണം എന്താണെന്ന് അറിയാൻ പാടില്ലേ? നമ്മളൊരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. അപ്പോ നമുക്ക് പരിചയമുള്ള നമ്മുടെ ഫ്രണ്ട്സ്, കൂട്ടുകാർ എല്ലാവരും ഈ ടാഗ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അടിയിൽ വരുമ്പോൾ. അതിലിങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ജിൻഡോ ജോൺ, തോമസ് കറിയ, രവി, സാറാമ, ശോശാമ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ടാഗ് ചെയ്യും. ഒരു 95 ടാഗ്, 25 ടാഗ് എന്നൊക്കെ ഇട്ടേക്കും. ചിലർ 200 ടാഗ്. അതെന്തിനാ? അത്രയും ആളുകളുടെ ലൈക്ക് കിട്ടുന്നു. പക്ഷെ ഇത്രയും ടാഗിന് ലൈക്ക് ഉണ്ടാവില്ല ചിലപ്പോ. എന്താ അറിയോ, ഈ മിക്ക ആളുകൾ ഇതിൽ പണിയടിച്ചിട്ടുണ്ട്. ഈ ടാഗ് ചെയ്ത് വന്ന സാധനം നമുക്ക് വേണോ വേണ്ടെന്ന് തീരുമാനിക്കാവർക്ക്. നമ്മുടെ പ്രൊഫൈലിൽ ഈ ചേട്ടൻ ഇടുന്ന പോസ്റ്റ് എന്റെ പ്രൊഫൈലിൽ ടാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തീരുമാനിക്കാം എന്റെ പ്രൊഫൈലിൽ അത് കാണിക്കണോ വേണ്ടതെന്ന്. അപ്പൊ എന്താന്ന് വെച്ച പ്രശ്നം, ഇത് പഴയ കാലത്തെ പോലെയല്ല. പണ്ടായിരുന്നു ആ പരിപാടിയൊക്കെ. നമ്മളോട് അനുവാദം തന്നിട്ടുള്ള, നമുക്ക് അത്രയും അടുപ്പമുള്ള, ഇപ്പൊ ഞാനും ഭാര്യയും കൂടിയുള്ള ഫോട്ടോ ഇടണമെങ്കിൽ ഭാര്യനെ ടാഗ് ചെയ്യാം, അല്ലെങ്കിൽ മക്കളെ ടാഗ് ചെയ്യാം. അതിനപ്പുറത്ത് നമുക്കൊരു പരിചയമില്ലാത്തവരെ ടാഗ് ചെയ്ത് അവർക്കൊരു അസൗകര്യവും അസ്വസ്ഥതയായിരിക്കും. അപ്പൊ എപ്പോഴും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അത്രയും മാന്യതകളും കൂടി ഉപയോഗിക്കുക. ഒരു കാര്യമില്ലാതെ ഒരുത്തൻ രാവിലെ തന്നെ വീട്ടിൽ വന്നിരിക്കണം എന്ന് വെക്കും. രാവിലെ തന്നെ നമ്മുടെ വീട്ടിൽ ഒരുത്തം വന്നിരുന്ന് വർത്താനം പറയാം. നമ്മൾ ഓഫീസിൽ പോകാൻ റെഡി ആവുന്ന സമയം കുറച്ചേരൊക്കെ ഇരുന്ന് ഇതിനോട് വർത്താനം പറഞ്ഞ് ചായയും കൊടുത്ത് ഇവൻ പോകുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പതുക്കെ എഴുന്നേക്കും. അപ്പോഴും ഇരിക്കേണ്ട, ഈ കുറച്ച് അറിയാണ്ടെന്ന് പറയും. ഇങ്ങനെ കുറച്ചേരം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അന്ന് ശരി നീ പൊക്ക, ഞാൻ പിന്നെ കാണാന്ന് പറയും. അവസാനം ഇതല്ലേ ഒരു വഴിയുള്ളൂ അല്ലേ? ഇതേപോലെ തന്നെ നമ്മൾ ആവശ്യമില്ലാണ്ട് ടാഗ് ചെയ്ത കുറച്ച് ദിവസമൊക്കെ അവർ ക്ഷമിക്കും. അത് കഴിയുമ്പോൾ നമ്മളെ അവര് മാറ്റിയിടും. അപ്പൊ ഇങ്ങനത്തെ പണികളൊന്നും ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ പോസ്റ്റുകൾ മാത്രം ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് പറയാൻ എന്തെങ്കിലും, നേരത്തെ ഒരാൾ അവിടെ പറഞ്ഞില്ലേ, നീലച്ചട്ടിട്ടച്ച്, ഞാൻ സ്വന്തം എന്റെ അഭിപ്രായം എഴുതിയിടുന്നു. എപ്പോഴും നിങ്ങളുടെ അഭിപ്രായം എഴുതണം. നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ നീ ഇടാൻ തോന്നുമ്പോൾ എന്താ, വാട്സപ്പിൽ ഒരു സന്ദേശം വന്നു, അത് അങ്ങനെ പാടെ തന്നെ ഞങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു കുഴപ്പമുണ്ട്. ചിലപ്പോൾ സത്യമായിരിക്കും, ചിലപ്പോൾ നുണയായിരിക്കും. ഉദാഹരണത്തിന് ഷഫീർക്ക, PRM ഷഫീർക്ക, ഞങ്ങളൊക്കെ വലിയ ആരാധനയോടെ കാണുന്ന മനുഷ്യൻ. പുള്ളിക്ക് ഒരു പണി കൊടുത്തു നമ്മുടെ ആളുകൾ. എന്താണെന്നറിയോ, ഈ മക്കൾ രാഷ്ട്രീയത്തെ കുറിച്ച് ഒരു ചർച്ച നടക്കുക. ആ ചർച്ചയിൽ പങ്കെടുത്തപ്പോ ഒരു അബദ്ധം പറ്റി. അന്ന് വാട്സപ്പിൽ ഒരു സന്ദേശം വന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും വന്നു. ത്രിപുരയിലെ മുഖ്യമന്ത്രി മണിക് സർക്കാരിന്റെയും ഭാര്യയുടെയും മകനോ മകളോ ഏതാണ്ട് കൊള്ളയടിച്ചു, വലിയ നിയമനം കൊടുത്തു എന്നൊക്കെ പറഞ്ഞൊരു സാധനം എഴുതിയിട്ട്. അപ്പൊ ഞാൻ അപ്പൊ തന്നെ ഇത് ചെക്ക് ചെയ്തിട്ട് ഇത് തെറ്റാന്ന് മനസ്സിലായി. നമ്മളതൊന്നും ചെയ്തില്ല. ഷഫീർക്ക് ചർച്ചയ്ക്ക് പോണ കറക്റ്റ് ടൈമിൽ ഈ പണ്ടാരം വന്നു കയറി. വിശ്വസ്തരായ കോൺഗ്രസ്സുകാരെ അയച്ചു തരുന്ന നമ്മൾ എന്ത് ചെയ്യും? ചർച്ച അടിമൂക്കുമ്പോൾ നമ്മൾ ഇതും കൂടി പറയും. പിണറായി വിജയന്റെ മകൾക്ക് അത് കിട്ടി, മറ്റേ ബംഗാളിലെ മുഖ്യമന്ത്രിയുടെ മകന് അത് കിട്ടി, അപ്പൊ ത്രിപുരയിലും കൂടി കയറ്റി പറഞ്ഞു, പെട്ടുപോയി. അപ്പൊ നമ്മൾ ആർക്കെ പണി കൊടുത്തത്? ഈ പാർട്ടിയുടെ സംസ്ഥാനത്തെ ഔദ്യോഗിക വക്താവിന് നമ്മൾ അറിയാണ്ട ഒരു പണിയാണ് കൊടുത്തത്. ഏതോ ഒരു കോൺഗ്രസ്സുകാരൻ ആവേശം മൂത്തെഴുതിയ ഒരു ഫാക്ച്വൽ എറർ ഒരു ദിവസത്തെ ചാനൽ ചർച്ചയിൽ നമ്മുടെ പാർട്ടിയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിന് മോശമാക്കി കളഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാം കൊണ്ടൊന്ന് ഫേസ്ബുക്കിൽ പേസ്റ്റ് ചെയ്യണ്ട. അത് വായിച്ചു നോക്കിയിട്ട് ആവശ്യമുള്ള എടുക്കുക, അല്ലെങ്കിൽ അത് വായിച്ചു നോക്കിയിട്ട് സ്വന്തം അഭിപ്രായം ഒരു 2 ലൈനിൽ എഴുതിയിട്ടാൽ മതി. എപ്പോഴും ഒപ്പീനിയൻ എഴുതിയിടുന്നതിന് റീച്ച് കൂടുതൽ കിട്ടും. സ്വന്തം ഒപ്പീനിയൻ ഇടുമ്പോൾ കൂടുതൽ പ്രാവശ്യം ഷെയർ ചെയ്ത് വരുന്നതിന് റീച്ച് കുറവായിരിക്കും. അത് ഫേസ്ബുക്കിന്റെ ഒക്കെ ഒരു അൽഗോരിതം എന്ന് പറയുന്ന പരിപാടിയൊക്കെ, അത് കുറെ കൂടി ടെക്നിക്കലാണ്. അതൊന്നും ഇപ്പൊ മനസ്സിലാക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ചുമ്മാ എഴുതി ഇട്ടേക്കുക, സംഗതി റീച്ച് ആയിക്കോളും. ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു കാര്യം, മുഴുവൻ കാര്യം ഒന്നും മനസ്സിലായില്ല. ഉച്ച കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിഞ്ഞ് നല്ല ഉറക്കത്തിന് ക്ഷീണമൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നതുകൊണ്ട് ഉറങ്ങാത്താണ്, അല്ലെങ്കിൽ ഞാനും ഉറങ്ങിയേനെ. അപ്പൊ അതൊക്കെ മനസ്സിലായിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു കാര്യം ജീവിതത്തിൽ കൊള്ളാമെന്നാണ് തോന്നിയാൽ ഇന്ന് മുതൽ അങ്ങ് തുടങ്ങുക. 21 ദിവസം അടുപ്പിച്ച് ചെയ്തത് പിന്നെ അത് ശീലമാവും. അടുത്ത കർഷക കോൺഗ്രസിന്റെ യോഗത്തിൽ എല്ലാവരും കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പേജ് ഫോളോ ചെയ്യുന്നവരും സ്വന്തമായിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പേജുകൾ ഉള്ളവരും അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് നല്ല റീച്ചൊക്കെ ഉണ്ടാക്കി അതിൽ നിന്ന് അത്യാവശ്യം ചില്ലറയും കിട്ടാവുന്ന രീതിയിൽ പൊളിറ്റിക്സും പറയുന്ന ആളുകളായിട്ട് മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചെയ്യും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എങ്ങനെ നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിലും ജീവിതത്തിലും ഉപകാരപ്പെടുമെന്ന് വളരെ വിശദമായി തന്നെ നമ്മളുമായി പങ്കുവെച്ച പ്രിയപ്പെട്ട ജിൻഡോയ്ക്ക് സംസ്ഥാന കർഷക കോൺഗ്രസ് സമിതിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മൾ
3:45. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.